മക്കളെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്റർ എളുപ്പമാണോ പാടാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്ന് കാണും, എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അവസാനം നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ കേട്ടല്ലോ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മൾ കടക്കുവാണ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററിലേക്ക് തുടങ്ങാം. എന്താണ് ഇൻ്റഗ്രൽസ്? ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇവിടെ വളരെ 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 സിമ്പിളാണ്. ഇതേ ശ്രദ്ധിച്ചോ, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ഒരാളുണ്ട്, ഡിഫറൻസിയേഷൻ അല്ലേ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതായത് നമ്മളുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷനെ ഞാൻ ഈ ചാപ്റ്ററിന് മുമ്പ് പഠിച്ച കാര്യം, അതായത് ആ ഫംഗ്ഷനെ ഞാൻ ഡിഫറൻസിയേഷൻ ചെയ്തു. അപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടും. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്? f'(x). കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഞാൻ ഒരു sin x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം sin x-ന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? cos x അല്ലേ? cos x. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, f(x) എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ നമുക്ക് f'(x) കിട്ടി. അതായത് sin x എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് cos x കിട്ടി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, എൻ്റെ ഒരു sin x ഉണ്ടായിരുന്നു. ആ sin x-നെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ cos x കിട്ടി. എനിക്ക് തിരിച്ച് ഈ cos x-നെ പഴയതുപോലെ sin x ആക്കണം. എനിക്ക് sin x ആക്കണം. എന്ത് ചെയ്യും? തിരിച്ച് വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതിയോ? പോരാ. തിരിച്ച് sin x ആക്കണമെങ്കിൽ, തിരിച്ചിതിനെ sin x ആക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തിരിച്ചിതിനെ f(x) ആക്കണമെങ്കിൽ, ഈ f'(x) എന്ന് പറയുന്ന സാധനത്തിനെ തിരിച്ച് f(x) ആക്കണമെങ്കിൽ നമ്മൾ അവിടെ നടത്തേണ്ട പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. അതായത് ഈ cos x-നെ എനിക്ക് തിരിച്ച് sin x ആയിട്ട് വേണം, എനിക്ക് എൻ്റെ പഴയ sin x-നെ വേണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ cos x-നെ നമ്മൾ എന്ത് ചെയ്യണോടാ? cos x-നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സൈൻ ഇതാണ്. ഇവിടെ d/dx എഴുതുന്ന പോലെ ഇവിടെ എന്താണ്? ഈ ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ cos x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഒരു സാധനം ഉപയോഗിക്കും. അതായത് ഇവിടെ നമ്മൾ dx കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കൂലേ, അതുപോലെ cos x-ന്റെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു സാധനം എഴുതണം, അതാണ് dx. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഫംഗ്ഷൻ എന്തിലാണോ അതിൽ തന്നെ ആയിരിക്കണം dx. ഇപ്പോൾ cos y ആയിരുന്നെങ്കിൽ dy, cos k ആയിരുന്നെങ്കിൽ dk, അങ്ങനെ വരണം. അപ്പോൾ നമ്മൾ പറഞ്ഞു cos x-നെ തിരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് sin x കിട്ടും. അപ്പോൾ cos x-ന്റെ ഇൻ്റഗ്രേഷൻ എന്താണ്? sin x. കേട്ടല്ലോ. ഇനി sin x എന്ന് നമ്മൾ വെറുതെ എഴുതാറില്ല. എന്ത് ഇൻ്റഗ്രേഷൻ ചെയ്താലും അതിൻ്റെ കൂടെ ഒരു പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് എഴുതും. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം, ഈ ഇൻ്റഗ്രേഷൻ സൈനിൻ്റെ മേളിലും താഴെയും നമ്മൾ നമ്പറുകളൊന്നും എഴുതിയിട്ടില്ല. നമ്പറുകൾ എഴുതുന്ന ഒരു സാധനമുണ്ട്, അത് അവസാനം. കേട്ടല്ലോ. അപ്പോൾ ഇത് വെറുതെ സാധാ ഇൻ്റഗ്രേഷൻ cos x dx എന്ന് പറഞ്ഞാൽ എന്താണ്? sin x. അതായത് cos x-നെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ എനിക്ക് sin x കിട്ടി. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരു ഫംഗ്ഷനെ അതായത് ഏതോ ഒരു ഫംഗ്ഷനെ ഞാൻ ഇൻ്റഗ്രേഷൻ നടത്തിയാൽ എനിക്കതിൻ്റെ ഉത്തരമായിട്ടൊരു ഫംഗ്ഷൻ കിട്ടൂലേ, ഒരു ഉത്തരമായിട്ടൊരു സാധനം കിട്ടൂലേ, അതിനെ പറയുന്ന പേരാണ് ഇൻ്റഗ്രൽസ്. അതാണ് നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേര്. അതായത് cos x-നെ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്തപ്പോൾ നമുക്ക് തിരിച്ച് sin x കിട്ടി. ആ കിട്ടിയ സാധനത്തിനെ ഇല്ലേ, അതിനെ പറയുന്ന പേരാണ് ഇൻ്റഗ്രൽ. അതായത് cos x-നെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ sin x കിട്ടി. ആ sin x-നെ പറയുന്ന പേരാണ് ഇൻ്റഗ്രൽ. അതാണ് നമ്മളുടെ ചാപ്റ്ററിൻ്റെ പേര്. കേട്ടല്ലോ. ഇതുപോലെ cos x ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ sin x കിട്ടിയ പോലെ നമുക്ക് കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ട് കാണാതെ പഠിക്കണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ സിമ്പിൾ. ദേ ശ്രദ്ധിച്ചോ, അതായത് 1-നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് x കിട്ടും. x⁻n ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x⁻n+1/n+1. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ x³ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നെന്ന് വിചാരിച്ചോ, അതായത് എക്സിന് പവറായിട്ടൊരു സാധനം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് x⁻, ഈ 3ൻ്റെ കൂടെ 1 കൂട്ടി മേളിൽ എഴുതണം, അത് തന്നെ താഴെ എഴുതണം. അതാണ് ഈ പവർ വരുന്ന സാധനം ഉപയോഗിക്കുന്നത്. കേട്ടല്ലോ. 1/x-ന്റെ ഇൻ്റഗ്രേഷൻ എപ്പോഴും log x, e⁻x-ന്റെ ഇൻ്റഗ്രേഷൻ എപ്പോഴും e⁻x. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ സാധനങ്ങളെ, ഈ പ്രൊഡക്റ്റുകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നത്. കേട്ടല്ലോ. അപ്പോൾ e⁻x-ന്റെ ഇൻ്റഗ്രൽ എന്താണ്? e⁻x തന്നെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനം, a⁻x-ന്റെ ഇൻ്റഗ്രൽ എന്താണ്? a⁻x/log a. ഇത് ഒരുപാട് തവണ 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്.
എ റൈസ് ടു എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? എ റൈസ് ടു എക്സ് ബൈ ലോഗ് എ. കേട്ടല്ലോ. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം ഇവിടെ നോക്കിയേ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഇന്റഗ്രേഷൻ സൈൻ കോസ് ടാൻ കൊസീക്ക് സീക്ക് കോട്ട് ഇതല്ല നമ്മൾ പഠിക്കുന്നത്. അതായത് പണ്ട് ഡെറിവേറ്റീവിന്റെ ഉത്തരമായിട്ട് വരുന്നതിന് മാത്രമേ ഇവിടെ ഇന്റഗ്രേഷൻ നടത്താൻ പറ്റുള്ളൂ. അവരുടെ മാത്രം പഠിച്ചാൽ മതി. നോക്കിയേ, കോസ് എക്സിന്റെ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രൽ സൈൻ എക്സ്, സൈൻ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് കോസ് എക്സ്, സീക്ക് സ്ക്വയർ എക്സിൻ്റെത് ടാൻ എക്സ്, കൊസീക്ക് സ്ക്വയർ എക്സിൻ്റെത് മൈനസ് കോട്ടെക്സ്, സീക്ക് എക്സ് ടാൻ എക്സിൻ്റെത് സീക്ക് എക്സ്, കൊസീക്ക് എക്സ് കോട്ടെക്സിൻ്റെത് മൈനസ് കൊസീക്ക് എക്സ്. ഇതുപോലെ അടുത്ത സെറ്റാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. കോട്ടല്ലോ. ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി നമ്മൾ നേരത്തെ പഠിച്ച 1/√(1 - x² എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് അല്ലെങ്കിൽ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. സിമ്പിൾ അല്ലേ? അടുത്തത് 1/1 + x² എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ്, അത് അവരാണ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. 1/(x√(x² - x) എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സീക്ക് ഇൻവേഴ്സ് എക്സ് അല്ലെങ്കിൽ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ നോക്കിയടാ, ഇത്രയൊന്ന് കാണാതെ പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് എളുപ്പത്തിൽ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടല്ലോ. അപ്പോൾ കാണാതെ പഠിക്കുമല്ലോ, ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമല്ലോ. 3 പേര് വെച്ച് വരച്ചല്ലോ. ഓക്കെ അല്ലേ? ഞാൻ മാറിയുന്നു. ഓക്കെ, വരച്ചു. ഓക്കെ, തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇനിയാണ് ഇൻ്റഗ്രേഷനിലേക്ക് കടക്കാൻ പോകുന്നത്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 എന്ന് പറഞ്ഞ് നമ്മൾ ഓരോന്ന് തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് ടൈപ്പ്, ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെത്തേഡ്. അതായത് ഇപ്പോൾ നമ്മൾ കാണാതെ പഠിച്ച കുറച്ച് ഇക്വേഷൻസ് ഇല്ലേ, അതൊക്കെ പ്ലസ് അല്ലെങ്കിൽ മൈനസ് വെച്ച് കണക്ട് ചെയ്ത് ചോദിക്കും. എന്താണ്? നമ്മളിപ്പോൾ കാണാതെ പഠിച്ച ഡയറക്റ്റ് ഇക്വേഷൻസ് ഇല്ലേ, ഡയറക്റ്റ് ഇക്വേഷൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റിസൾട്ട്, അത് പ്ലസ് അല്ലെങ്കിൽ മൈനസ് വെച്ച് കണക്ട് ചെയ്ത് ചോദിക്കും. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻ്റഗ്രൽ x³ പ്ലസ് നോക്ക് e റൈസ് ടു എക്സ് പ്ലസ് കോസ് എക്സ് dx. ഇവിടെ നോക്ക്, ഇവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യണം x³ e റൈസ് ടു എക്സിനെയും കോസ് എക്സിനെയും പ്ലസ് അല്ലെങ്കിൽ മൈനസ് വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? അവിടെ ഓരോന്നിൻ്റെയും ഇൻ്റഗ്രേഷൻ ചെയ്യണം. ആദ്യം x³ ഇൻ്റഗ്രൽ നമുക്കറിയാം. x³ ഇൻ്റഗ്രൽ എങ്ങനെ കണ്ടുപിടിക്കും? x റൈസ് ടു 3 ആണ് വന്നേക്കുന്നത്, അത് ഒരെണ്ണം കൂട്ടി മേളിൽ എഴുതുക, അത് തന്നെ താഴെ എഴുതുക. സിമ്പിൾ. അടുത്തത് e റൈസ് ടു എക്സ് ആണ് വന്നിട്ടുള്ളത്. e റൈസ് ടു എക്സും നമ്മൾ കാണാതെ പഠിച്ചു. എന്താണ് e റൈസ് ടു എക്സ്? സിമ്പിൾ. അടുത്തത് കോസ് എക്സിന്റെ ഇന്റഗ്രേഷൻ എന്താണ്? അല്ലെങ്കിൽ കോസ് എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ എക്സ്. സിമ്പിൾ. ഇതെല്ലാം അവിടെ എഴുതുക. അതായത് x³ നമ്മൾ പറഞ്ഞു എന്താണ്? x റൈസ് ടു 3 + 1/3 + 1. ഇനി എന്താ ഇവിടെ ഉള്ളത്? പ്ലസ് ഇട്ടു. e റൈസ് ടു എക്സിന്റെ വേണം. എന്താണ്? e റൈസ് ടു എക്സ് തന്നെ. പിന്നെ എന്താ ഉള്ളത്? പ്ലസ്. കോസ് എക്സിന്റെ വേണം. കോസ് എക്സിന്റെ എന്താടാ? സൈൻ എക്സ്. സിമ്പിൾ. എല്ലാത്തിൻ്റെയും ഇൻ്റഗ്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു +c അവസാനം ഇട്ടോളണം. അതിട്ടില്ലെങ്കിൽ നമുക്ക് 1/2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് വരെയൊക്കെ കുറയ്ക്കാം കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഇവിടെ നോക്കിയേ, x റൈസ് ടു 3 + 1 എന്ന് പറഞ്ഞാൽ 4/4 പ്ലസ് e റൈസ് ടു എക്സ് പ്ലസ് സൈൻ എക്സ് പ്ലസ് c. സിമ്പിൾ അല്ലേടാ മക്കളെ? സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്ക് ഇൻ്റഗ്രൽ x റൈസ് ടു 7, ഞാൻ ഇവിടെ എഴുതാം. ഇൻ്റഗ്രൽ x റൈസ് ടു 7 പ്ലസ് e റൈസ് ടു എക്സ് മൈനസ് 1/x dx. നോക്ക്, നമ്മൾ പഠിച്ച ഇക്വേഷനുകൾ, പഠിച്ച റിസൾട്ടുകൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് വന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെയുള്ള ഓരോ സാധനം എടുക്കുക. x റൈസ് ടു 7ന്റെ ഇൻ്റഗ്രൽ വേണം. എത്രയാണ് x റൈസ് ടു 7ന്റെ ഇൻ്റഗ്രൽ? അതെങ്ങനെ കണ്ടുപിടിക്കും? x റൈസ് ടു 7 + 1/7 + 1. സിമ്പിൾ പരിപാടി. അടുത്തത് രണ്ടാമത്തെ എടുക്കുക. e റൈസ് ടു എക്സ് ആണ്. e റൈസ് ടു എക്സിന്റെ ഇൻ്റഗ്രൽ എന്താണ്? e റൈസ് ടു എക്സ്. അടുത്തത് 1/x. 1/xന്റെ ഇൻ്റഗ്രൽ എന്താണ്? log x. കാണാതെ പഠിച്ചതാണ്. സിമ്പിൾ. അതെല്ലാം കൂടി പെറുക്കി ഇവിടെ ഇട്ട് കൊടുക്കുക. x റൈസ് ടു 7ന്റെ എന്താ വന്നത്? 7 പ്ലസ്, അപ്പോൾ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ഈ ചിഹ്നം ഇടരുത് കേട്ടല്ലോ. x റൈസ് ടു 7 + 1/7 + 1 പ്ലസ് e റൈസ് ടു എക്സിന്റെ ഇൻ്റഗ്രൽ e റൈസ് ടു എക്സ് മൈനസ് 1/xന്റെ ഇൻ്റഗ്രൽ log x പ്ലസ് c ഇട്ടുള്ള നിർബന്ധം. x റൈസ് ടു 7 + 1നെ നമുക്ക് x റൈസ് ടു 8 എന്ന് എഴുതാം. താഴെ 8 പ്ലസ് e റൈസ് ടു എക്സ് മൈനസ് log x നമ്മുടെ c. ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? ടൈപ്പ് 1 ക്ലിയർ അല്ലേ മക്കളെ? എളുപ്പമല്ലേടാ? അപ്പോൾ അടുത്ത ടൈപ്പിലേക്ക് പോവാം. ടൈപ്പ് 2 ഇതിനേക്കാളും സിമ്പിൾ. ഇതേ ശ്രദ്ധിച്ചോ, അവിടെ മേളിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട. ടൈപ്പ് 2 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ
മുകളിലും താഴെയായിട്ടൊരു ഫംഗ്ഷൻ വരും. മുകളിലും താഴെയായിട്ടൊരു ഫംഗ്ഷൻ വരും. താഴെ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടാവും. ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടോ നോക്കുക. അപ്പം നിങ്ങൾ നോക്കേണ്ടത് മുകളിലും താഴെയായിട്ടൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് താഴത്തെ ആളുടെ ഡെറിവേറ്റീവ് മുകളിലുണ്ടോ നോക്കുക. അതുകൊണ്ടാണ് ഞാൻ ഫംഗ്ഷൻ മുകളിൽ ഡെറിവേറ്റീവ് എന്ന് എഴുതിയേക്കുന്നത്. കേട്ടല്ലോ, താഴത്തെ ആളുടെ ഡെറിവേറ്റീവ് മുകളിലുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ വരുന്നത് ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് സി. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഇത് കാണാതെ പഠിക്കേണ്ട ഒരു സിമ്പിൾ റിസൾട്ടാണ്. ഇത് കാണാതെ പഠിക്കേണ്ട ഒരു സിമ്പിൾ റിസൾട്ടാണ് അല്ലേ? നിങ്ങൾക്ക് തോന്നണല്ലേ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്തേ നോക്ക്, ഇൻ്റഗ്രൽ നോക്കടാ. 2x/3 + x² dx. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഇത് മുകളിലും താഴെയാണ്. ഞാൻ പറഞ്ഞു മുകളിലും താഴെയാണെങ്കിൽ ഈ താഴെ കിടക്കുന്ന ആളുടെ ഡെറിവേറ്റീവ് ആദ്യം എടുത്തു നോക്കണം. താഴെ ആരാണ് കിടക്കുന്നത്? 3 + x² ഡെറിവേറ്റീവ് കേട്ടോ, ഇൻ്റഗ്രൽ അല്ല, ഡെറിവേറ്റീവ്. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് 3യുടെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0, x² ഡെറിവേറ്റീവ് ഈ 2 ഇറങ്ങി താഴത്തേക്ക് വരും അല്ലേ, 2x⁻², 2 1 കുറച്ച് 1. അപ്പോൾ 0 + എത്ര വന്നു? 2x. 0 + 2x എത്രയാണ്? 2x. സിമ്പിൾ. ആ 2x ആണോ മേളിൽ കിടക്കുന്നത് നോക്കണം. ആണ് അല്ലേ? നോക്കിയാൽ താഴത്തെ ഡെറിവേറ്റീവ് മേളിൽ വന്നു. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതണമെന്നാ പറഞ്ഞടാ? ലോഗ് മോഡ് താഴെ എന്താണോ വന്നത് അവനെ തന്നെ 3 + x² പ്ലസ് സി ഇട്ടേക്കണമല്ലോടാ. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ. സിമ്പിൾ അല്ലേ? ഇത്രേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അല്ലേ? നോക്ക്, ഇൻ്റഗ്രൽ ഞാനൊന്ന് എഴുതിയേക്കാം. 3x² / 1 + x³ dx. അപ്പോൾ ഞാൻ പറഞ്ഞു മുകളിലും താഴെയാണെങ്കിൽ ആ താഴെയുള്ളവൻ്റെ ഡെറിവേറ്റീവ് ഒന്ന് എടുത്ത് നോക്കുക. താഴെയുള്ളവരാരാണ്? 1 + x³ അല്ലേ? അവൻ്റെ ഡെറിവേറ്റീവ് നോക്കാം. 1ൻ്റെ ഡെറിവേറ്റീവ് 0 പ്ലസ് കോൺസ്റ്റൻ്റ് അല്ലേ, x³ ചെയ്യാൻ നേരത്തെ ഈ 3 ഇറങ്ങി താഴത്ത് വരും. x⁻³ എന്നൊന്ന് കുറച്ച് മേളിൽ എഴുതണം അല്ലേ? അപ്പോൾ 0 + 3x² എന്ന് വരും. 0 + 3x² എന്ന് പറഞ്ഞാൽ എത്രയാടാ? 3x². അവനാണോ മുകളിൽ നോക്കുക? എടാ അവനാടാ മേളിൽ, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ ആൻസർ എന്ത് വരുവാണ്? അതേ ശ്രദ്ധിക്ക്, ലോഗ് മോഡ് താഴെ ആരാണോ കിടക്കുന്നത് അവൻ. കേട്ടല്ലോ, പ്ലസ് സി. സിമ്പിൾ അല്ലേ? അടുത്ത ടൈപ്പിലേക്ക് പോവാം. അടുത്തത് ടൈപ്പ് 3 സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ ടൈപ്പ് 3 സബ്സ്റ്റിറ്റ്യൂഷനെ, അതായത് അടുത്തത് 2 ടൈപ്പ് ഓക്കെ അല്ലടാ, അടുത്തതിലേക്ക് കയറാമല്ലോ. സബ്സ്റ്റിറ്റ്യൂഷൻ സത്യം പറഞ്ഞാൽ 2 സാധനങ്ങളുണ്ട്, അതൊന്ന് ഓർത്തിരുന്നോളാം. ഈ ടൈപ്പ് 3യിൽ മാത്രം 2 കാര്യങ്ങളൊന്നും ഓർത്തിരിക്കണം, അത്രേ ഉള്ളൂ. ഇതേ നോക്കിയേ, ആ 2 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. സിമ്പിൾ നോക്കണേ. അതുകൊണ്ട് ഞാൻ 2ആയിട്ട് വരച്ചു, വിഷയമൊന്നുമില്ലല്ലോ. ഒന്നാമത് സബ്സ്റ്റിറ്റ്യൂഷൻ എവിടെയൊക്കെ കൊടുക്കണമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എവിടെ കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ഥലങ്ങളിലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. 2 സ്ഥലങ്ങളിൽ കേട്ടല്ലോ. അതിന് ആദ്യത്തെ സ്ഥലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലേ ലീനിയർ പോളിനോമിയൽ. എന്താണ് ലീനിയർ പോളിനോമിയൽ? എന്താണ് ഈ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്ന സാധനം? ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അതായത് ഇത് ഇങ്ങനെ വരുന്നത് 5x + 1, 3x - 2, 5 - 3x, 8 + 2x. ഇവിടെ എഴുതിയിരിക്കുന്ന പോളിനോമിയലുകളുടെ പ്രത്യേകത എന്താ? എല്ലാത്തിനും ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേരിയബിളാണ്. എക്സ് അല്ലെങ്കിൽ വൈ അല്ലെങ്കിൽ ഇസഡ്, ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം കേട്ടോ. അതിൻ്റെ പവർ എല്ലായിടത്തും 1 അല്ലേ? ഈ എക്സിൻ്റെ പവർ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വേരിയബിളിൻ്റെ പവർ 1 വന്നാൽ ആ പോളിനോമിയലിനെയാണ് നമ്മൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുന്നത് കേട്ടല്ലോ. അങ്ങനത്തെ ലീനിയർ പോളിനോമിയലുകളില്ലേ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ 5 + 2x, 3 - 8x അല്ലെങ്കിൽ 5 - x, ഇതെല്ലാം ലീനിയർ പോളിനോമിയലാണ്. ഈ ലീനിയർ പോളിനോമിയൽ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് വന്നാൽ എങ്ങനെയാണ്? ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ലീനിയർ പോളിനോമിയൽ വരുന്നു കേട്ടല്ലോ. ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ലീനിയർ പോളിനോമിയൽ വരുന്നു. എക്സാമ്പിളായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. സൈനിൻ്റെ അകത്ത് 5x - 3, സൈൻ എക്സ് വരേണ്ടത്, അവിടെ 5x - 3 ആയി. അല്ലെങ്കിൽ e⁻³ - 8x, ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ലോഗിൻ്റെ അകത്ത് 7 + 5x, ഓക്കെ അല്ലേടാ? ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ലീനിയർ പോളിനോമിയൽ വന്നാൽ
അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത് എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്നാണ്. അത് വളരെ സിമ്പിളാണ്. ശ്രദ്ധിച്ചു. അതായത് നോക്ക്, ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ ഉണ്ടാവും, കേട്ടല്ലോ. അതിന്റെ ഡെറിവേറ്റീവ് അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. എന്താണ്? സിമ്പിൾ. നോക്കിക്കടാ, ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ. എന്താണ്? ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ. എന്നിട്ട് ഈ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഇല്ലേ, ആ അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എവിടെയെങ്കിലും ഉണ്ടാവും. എവിടെയെങ്കിലും, അവിടെ എവിടെയെങ്കിലും മതി കേട്ടോ. അത് താഴെ വരണം, മുകളിൽ വരണമെന്നില്ല. ആ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എവിടെയെങ്കിലും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ വന്ന ചെറിയ സംശയം അങ്ങോട്ട് മാറും. നോക്കൂ, അതായത് സൈനിൻ്റെ അകത്ത് 1 + e⁻x. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സൈൻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അകത്ത് 1 + e⁻x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വന്നു. അപ്പോൾ ഈ 1 + e⁻x ഡെറിവേറ്റീവ് എന്താണ്? 1ന്റെ ഡെറിവേറ്റീവ് 0, e⁻x ഡെറിവേറ്റീവ് e⁻x. അത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അതെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് താഴെയുണ്ട്, എവിടെയെങ്കിലും മതി. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആർക്കാ കൊടുക്കേണ്ടത്? ഈ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷന് കൊടുക്കണം. വേറൊരു എക്സാമ്പിൾ എഴുതാം. എന്ത് ചെയ്ത് നോക്കിയോ? ടാനിൻ്റെ അകത്ത് sec x കിടക്കുവാണ്. ടാനിൻ്റെ അകത്ത് sec x കിടക്കുവാണ്. നോക്ക്, അതിൻ്റെ ഡെറിവേറ്റീവ് sec x tan x താഴെയുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു ഫംഗ്ഷൻ്റെ അകത്ത് വേറൊരു ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് എവിടെയെങ്കിലും. ഓക്കെ അല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ നോക്ക്, e⁻ tan 1x by 1 + x². നോക്ക്, e⁻ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അകത്ത് tan 1x കിടക്കുന്നു. സിമ്പിൾ. ആ tan 1x ഡെറിവേറ്റീവ് 1/1 + x² ആണ്. അത് അവിടെ കിടപ്പുണ്ട് എവിടെയൊക്കെ, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്ന കേസിലും നമ്മൾ എന്ത് കൊടുക്കണം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ ആർക്കൊക്കെ കൊടുക്കേണ്ടത്? ഇവിടെയാണെങ്കിൽ ഫസ്റ്റ് കേസിലാണെങ്കിൽ ലീനിയർ പോളിനോമിയലിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സെക്കൻഡ് കേസിലാണെങ്കിൽ ഈ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അല്ലെങ്കിൽ ആരുടെയാണോ ഡെറിവേറ്റീവ് ഉള്ളത് അവർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സിമ്പിൾ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറും. ശ്രദ്ധിക്കുക. ഇവിടെ നോക്ക്. അപ്പോൾ നോക്ക്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ സൈൻ ഓഫ് 4x + 3dx. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? ഒരു ഫംഗ്ഷന്റെ അകത്ത് ആരാടാ കിടക്കുന്നത്? നമ്മുടെ ലീനിയർ പോളിനോമിയൽ. സിമ്പിൾ പരിപാടി. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ? ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ലീനിയർ പോളിനോമിയലിന് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? 4x + 3 അല്ലേ കിടക്കുന്നത്. ആ 4x + 3ക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷനായി എന്ത് കൊടുക്കണം? u കൊടുക്കണം. അത്രേ ഉള്ളൂ. ഈ യുവിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം കൊടുക്കാം കേട്ടോ. ടിയോ കെയോ പിയോ ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇനി എന്ത് ചെയ്യുക? ഇവൻ്റെ ഒക്കെ ഡെറിവേറ്റീവ് എടുക്കാൻ പോവുകയാണ്. 4 അതുപോലെ തന്നെ എടുത്തു. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ അല്ലേ? 3 കോൺസ്റ്റൻ്റ് ആണ്. 3യുടെ ഡെറിവേറ്റീവ് 0 ഈക്വൽ ടു യുവിൻ്റെ ഡെറിവേറ്റീവ് ആലോചിച്ചാൽ മതി. എടാ, ഇവിടെ എക്സിൻ്റെ അല്ലേ, എക്സ് ഉപയോഗിച്ചല്ലേ ഡെറിവേറ്റീവ് എടുത്തത്. അപ്പോൾ യുവിൻ്റെ ഡെറിവേറ്റീവ് ഓർക്കേണ്ടത് du/dx. സിമ്പിൾ. കേട്ടല്ലോ? അപ്പോൾ നമ്മളൊന്ന് നീറ്റാക്കി എഴുതിയാൽ 4 × 1 4 + 0 ഈക്വൽ ടു du/dx. 4 + 0 എത്രയാണ്? 4 ഈക്വൽ ടു എത്ര വന്നു? du/dx. സിമ്പിൾ. ഇപ്പോൾ കിട്ടിയ ഈ സാധനം ഇല്ലേ, ഇപ്പോൾ ഈ കിട്ടിയ സാധനത്തിനെ നമ്മൾ dx ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. dx ഈക്വൽ ടു എന്നും പറഞ്ഞ് ഈ കിട്ടിയ സാധനത്തിന് എഴുതണം. അപ്പോൾ എന്ത് ചെയ്തു? ഈ dx ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ dx ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്തു. 4 × dx ഈക്വൽ ടു ഇപ്പുറത്ത് ആരാടാ? du. അവിടെ dx ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതണം. ഈ 4 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. du/4. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 4x = 3 എന്ന് ഉള്ളതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എന്നിട്ട് dx ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതി. എന്നിട്ട് അതെല്ലാം കൂടി പെറുക്കി ഇവിടെ കൊടുത്താൽ മതിടാ, നമ്മുടെ ആൻസറായി. ഇതേ ശ്രദ്ധിച്ചു. ഇൻ്റഗ്രൽ സൈനിൻ്റെ അകത്ത് 4x + 3. എടാ, 4x + 3ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണ്? u. അപ്പോൾ 4x + 3ക്ക് പകരം u കൊടുക്കാം. സിമ്പിൾ. ഇനി അടുത്തത് dx അല്ലേടാ. dx നമ്മളിവിടെ കണ്ടുപിടിച്ചു. du/4. നോക്ക്,
du/4. സിമ്പിൾ. ഈ /4 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതെടുത്ത് ഇൻ്റഗ്രലിന് പുറത്ത് വെക്കുവാണ്. അപ്പോൾ 1/4 ഇൻ്റഗ്രൽ ഇവൻ ആരണ്ടാ sin u du. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യം. അപ്പോൾ sin u du എഴുതി. നമുക്കറിയാം, നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്, ഇൻ്റഗ്രൽ sin x dx എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? മൈനസ് കോസ് എക്സ് പ്ലസ് സി ആണ്. sin x dx വന്നാൽ അപ്പോൾ sin u du വന്നാലോ 1/4 അതുപോലെ തന്നെ മൈനസ് കോസ് യു പ്ലസ് സി ആണ് ആൻസർ. അവിടെ എക്സ് ആയതുകൊണ്ട് മൈനസ് കോസ് എക്സ്, ഇവിടെ യു ആയതുകൊണ്ട് മൈനസ് യു. ഈ മൈനസ് ഞാൻ ആദ്യം കൊടുക്കുകയാണ്. അപ്പോൾ മൈനസ് 1/4 കോസ്. എടാ യു നമ്മൾ ഇട്ട് കൊടുത്ത ആളാണ്. യു എന്ന് പറഞ്ഞാൽ 4x + 3 ആണ്. അപ്പോൾ ആ യുവിന് പകരം ഇവിടെ 4x + 3 സബ്സ്റ്റിറ്റ്യൂഷൻ തിരിച്ചു കൊടുത്തോളണം പ്ലസ് സി. സിമ്പിൾ പരിപാടി അല്ലേടാ? ഇത്രേ ഉള്ളൂ. ഇത് വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കടാ. ഇതേ നോക്ക് അടുത്ത മോഡലാണോ നോക്ക്. ഇതേ ഞാൻ ക്വസ്റ്റ്യൻ എഴുതുവാണോ നോക്കിയേ. 2x ഇൻറ്റു സൈൻ ഓഫ് 1 + x². അകത്ത് കിടക്കുന്ന ലീനിയർ പോളിനോമിയൽ ആണോ? അല്ല. 1 + x² വന്നു, ലീനിയർ പോളിനോമിയൽ അല്ല. പക്ഷേ അകത്ത് കിടക്കുന്ന ഫംഗ്ഷൻ ഏതാടാ? 1 + x² ആണ്. ആ 1 + x² ഡെറിവേറ്റീവ് ഒന്ന് നോക്കിയേ. 1ന്റെ ഡെറിവേറ്റീവ് 0, x² ഡെറിവേറ്റീവ് 2x, 0 + 2x വന്നാൽ 2x. അവൻ എവിടെയെങ്കിലും ഇല്ലടാ, ഇതേ കിടക്കുന്നു 2x. അപ്പോൾ എന്താ എഴുതേണ്ടത്? ഡെറിവേറ്റീവ് എവിടെയെങ്കിലും ഉള്ളതാണ്. ഡെറിവേറ്റീവ് എവിടെയെങ്കിലും കിടപ്പുണ്ട്. അപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്ക് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. അപ്പോൾ നോക്ക്, 1 + x² നമ്മൾ പഴയതുപോലെ യു എന്ന് കൊടുത്തു. സിമ്പിൾ. ഇനി പഴയ ചെയ്ത പോലെ തന്നെ 1ന്റെ ഡെറിവേറ്റീവ് എന്താടാ? 0 പ്ലസ് x² ഡെറിവേറ്റീവ് എന്ത് വന്നടാ? 2x ഈക്വൽ ടു യുവിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പറഞ്ഞു du/dx അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ 0 + 2x എന്താടാ? 2x ഈക്വൽ ടു എന്ത് വന്നു? du/dx. സിമ്പിൾ. ഈ dx ഇപ്പുറത്തേക്ക് വരട്ടെ. നമുക്ക് dx ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതാം. അപ്പോൾ dx ഇൻറ്റു 2x ഈക്വൽ ടു du എന്ന് വരും. ഇവിടെ കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്തു. ഇനി dx ഈക്വൽ ടു എഴുതാം. dx ഈക്വൽ ടു ഈ 2 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താ ഇവിടെ? du/2x. സിമ്പിൾ. dx ഈക്വൽ ടു എന്നും പറഞ്ഞ് എഴുതി. ഇനി ഇതെല്ലാം നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചോ. ഇൻ്റഗ്രൽ 2x അതുപോലെ തന്നെ കിടന്നോട്ടെ. സൈൻ എന്താണ്? 1 + x² ആണ്. 1 + x² നോക്കിക്കടാ. 1 + x² നമ്മളിപ്പോൾ യു എന്ന് വിളിച്ചത്. അപ്പോൾ 1 + x² പകരം യു എന്ന് കൊടുക്കാം. സിമ്പിൾ. ഇൻറ്റു dx-നെയാണ് നമ്മളിപ്പോൾ എന്ത് വിളിച്ചത്? du/2x എന്ന് വിളിച്ചത്. അപ്പോൾ du/2x. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിച്ചേ. ഇതേ മുകളിൽ ഒരു 2x കിടക്കുന്നുണ്ട്, താഴെ ഒരു 2x കിടപ്പുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്ത് തോന്നുന്നു? ഇൻ്റഗ്രൽ സൈൻ യു ബാക്കിയുള്ള du. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ? ഇൻ്റഗ്രൽ sin x dx ആൻസർ എന്താണ്? മൈനസ് കോസ് എക്സ് പ്ലസ് സി അല്ലേ? അപ്പോൾ ഇവിടെ നോക്ക്, ഇൻ്റഗ്രൽ sin u du എന്താണ്? മൈനസ് കോസ് യു പ്ലസ് സി. അപ്പോൾ മൈനസ് കോസ് യു നമ്മളിട്ട് കൊടുത്തതാണ് 1 + x². അപ്പോൾ ഇവിടെ 1 + x² എന്ന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സി കഴിഞ്ഞു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്ന 2 മെത്തേഡുകൾ രണ്ടും ഓക്കെ ആയല്ലോ. എന്താണ്? ഒന്ന് ലീനിയർ പോളിനോമിയൽ വന്നാൽ ഒരെണ്ണം ഡെറിവേറ്റീവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. സിമ്പിൾ. അപ്പോൾ അടുത്ത ടൈപ്പ് ഇന്നാ പിടി. അപ്പോൾ അടുത്ത ടൈപ്പിലേക്ക് പോവുകയാണ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ടൈപ്പ് എന്താണ്? പർട്ടിക്കുലർ ഫങ്ഷൻസ്. സത്യം പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 9 ഇക്വേഷൻസ് ആണ്. ഈ 9 ഇക്വേഷൻസ് കാണാതെ പഠിക്കണം. എങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പഠിച്ചാൽ മാത്രമേ അടുത്ത ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവൻ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇവൻ്റെ ഇക്വേഷൻസും കുറച്ച് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ഒന്ന് എഴുതിയൊക്കെ പഠിക്കണം, എങ്കിലേ അത് ശരിയാവുള്ളൂ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി പർട്ടിക്കുലർ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടത് അത് ഇക്വേഷൻസ് ആണ് കേട്ടോ. ഓർക്കണം, അതെന്താണ്? ഇക്വേഷൻസ് ആണ്. എത്ര ഇക്വേഷൻസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സെറ്റ് ഇക്വേഷൻസ് ഉണ്ട്. 3 സെറ്റ് ഇക്വേഷൻസ് ഉണ്ട്. ഓരോ സെറ്റിലും 3 എണ്ണം വീതം. എന്താണ്? ഓരോ സെറ്റിലും 3 എണ്ണം വീതം. രണ്ടാമത്തെ സെറ്റിലും 3 എണ്ണം, മൂന്നാമത്തെ സെറ്റിലും 3 എണ്ണം. അപ്പോൾ മൊത്തം എത്ര ഇക്വേഷൻസ് ആയി? 9 ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ശ്രദ്ധിച്ചോളാം.
അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഫസ്റ്റ് സെറ്റിലേക്ക് പോവുകയാണ്. ഈ മോഡലിൽ ചോദ്യം വരും. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇൻ്റഗ്രൽ മുകളിലൊന്നും ഉണ്ടാവില്ല 1, താഴെ വരുന്നത് ഇങ്ങനെ നോക്കിയേ x²/5², ഇതുപോലത്തെ ഏതെങ്കിലുമൊക്കെ നമ്പർ x²/5², അല്ലെങ്കിൽ ഇൻ്റഗ്രൽ 5² - x², അല്ലെങ്കിൽ ഇൻ്റഗ്രൽ 1/x² - 5² dx. ഈ മോഡലിൽ ചോദ്യം വന്നാൽ ഈ ഇക്വേഷൻ എടുക്കണം. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ, ഒരെണ്ണം സ്ക്വയറും എക്സ് ഉള്ള ഒരു സ്ക്വയറും ഒരെണ്ണം കോൺസ്റ്റന്റിന്റെ സ്ക്വയറും, അത് പ്ലസ് ഇട്ട് വരാം മൈനസ് ഇട്ട് വരാം തിരിച്ചും വരാം, അത്രേ ഉള്ളൂ കേട്ടല്ലോ. അപ്പോൾ ആ ഫോർമുല ഓർത്തിരിക്കേണ്ടത് എങ്ങനെയാണ്, ഫസ്റ്റ് സെറ്റ് താഴെ വെറുതെ വരുന്നത് 1/x² + a², അതുപോലെ x² - a², അതുപോലെ a² - x², അത്രേ ഉള്ളൂ. ഇതിൻ്റെ ആൻസർ എന്താണ്, 1/a tan inverse x/a. x² - a² വന്നാൽ 1/2a log mod x - a/x + a. a² - x² വന്നാലോ 1/2a log mod a + x/a - x. ഇത് നിർബന്ധമായിട്ടും ഈ 3 സെറ്റ് കാണാതെ പഠിക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ വെറുതെ പ്ലസ് ഇട്ട് വരുന്നത്. ഇനി അടുത്ത സെറ്റ് ആവുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയേ. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, x² + 5² അല്ലേ, അതിനൊരു റൂട്ട് കൂടി വരും. അതായത് 1/√x² - 5² വരും, അതുപോലെ 1/√5² - x² വരും. നേരത്തെ പറഞ്ഞ സാധനത്തിനൊക്കെ റൂട്ട് വരുന്നതാണ് അടുത്ത ടൈപ്പ്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കിയടാ, ലോഗ് മോഡ് എക്സ് പ്ലസ് ഈ താഴെ വന്ന സാധനം തന്നെയാണത്. നോക്ക്, ലോഗ് മോഡ് എക്സ് പ്ലസ് ഈ താഴെ വന്ന സാധനം തന്നെയാണത്. നോക്ക്, അടുത്തത് ലോഗ് മോഡ് എക്സ് പ്ലസ് ഈ താഴെ വന്ന സാധനം തന്നെയാണത്. അപ്പോൾ നോക്കിയേ, x + a²നും x - a² ഒരേ മോഡൽ. അടുത്തത് a² - x² ആണ്, അതിന് വേറൊരു മോഡലാണ് sin inverse x/a. മറന്നുപോകരുത്. ഇതാണ് രണ്ടാമത്തെ സെറ്റിലെ 3. ഒരു സെറ്റ് കൂടിയുണ്ട്. ഒരു സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ 1/, അങ്ങോട്ട് പോവും, റൂട്ട് മാത്രം മേളിൽ വരും. ഇതേ നോക്കിയേ, റൂട്ട് മാത്രം വരുവാണ്. അപ്പോൾ ഏതാടാ, നോക്ക് ഏതൊക്കെ വരും, √5² + x² വരും, √x² + 5² വരും, √x² - 5² വരും, √5² - x² വരും. ഇങ്ങനെ 3. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഫോം നോക്കിയടാ, 1/2 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് x/2 എന്ന് എഴുതാം അല്ലേ. ഈ എക്സിന് മേളിലേക്ക് എഴുതി x/2 എന്ന് എഴുതാം. x/2 എന്നാണ് ഫോം. ഇവിടെ വന്നിട്ടുള്ളത് നോക്കിയേ, x² + a². എന്താണോ ക്വസ്റ്റ്യൻ അത് തന്നെ. അതായത് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ വന്നിട്ടുള്ളത് നോക്കിയേ, x/2 എന്താണോ ക്വസ്റ്റ്യൻ അത് തന്നെ. ഇനി പ്ലസ് അല്ലെങ്കിൽ മൈനസ് അതൊന്ന് നോക്കിയിട്ടേക്കണം. ഇനി അടുത്ത നോക്കിയടാ, a²/2. ഇവിടെയും a²/2, ഇവിടെയും a²/2. ഓക്കെ അല്ലേ. ഇനി വന്നിട്ടുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ലോഗ് മോഡ് x + √x² + a². അത് വലുതാണെന്ന് നിങ്ങൾക്ക് തോന്നും. ലോഗ് മോഡ് x + √x² - a², അതുപോലെ sin inverse x/a. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതായത് ഈ ഇക്വേഷനുകളുടെ തൊട്ട് മുമ്പത്തെ സെറ്റിൻ്റെ ആൻസറാണത്. എന്താണ്, ടൈപ്പ് 2ൻ്റെ ആൻസറാണ്, അല്ലെങ്കിൽ സെറ്റ് 2ൻ്റെ ആൻസറാണ് വന്നേക്കുന്നത്. അപ്പോൾ സെറ്റ് 2 കറക്റ്റായിട്ട് പഠിച്ചാൽ അത് തന്നെ എടുത്ത് പിടിയിട്ടാൽ മതി. ഓക്കെ, ഇങ്ങനെ പല എളുപ്പ വഴിയിൽ നിങ്ങൾക്ക് പഠിക്കാം. നിർബന്ധമായിട്ടും ഇത് പഠിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ മോഡൽ ചെയ്യാൻ പറ്റുള്ളൂ. നോക്ക്, അപ്പോൾ ഈ 3 സെറ്റ് ഇക്വേഷനും ഞാൻ എഴുതിയിട്ടുണ്ട്, 3 ആദ്യം റൂട്ടൊന്നുമില്ലാതെ വരുന്നത്, താഴെ റൂട്ട് വരുന്നത്, റൂട്ട് മാത്രം വരുന്നത്. ഇതിൻ്റെ പ്രത്യേകത നോക്കിയേ, x/2 ഈ ക്വസ്റ്റ്യൻ a²/2 ഇതിൻ്റെ തന്നെ തൊട്ട് മുമ്പത്തെ ആൻസർ. ഓക്കെ, x/2 ഈ ക്വസ്റ്റ്യൻ a²/2 ഇതിൻ്റെ തന്നെ തൊട്ട് മുമ്പത്തെ ആൻസർ. x/2 സെയിം ക്വസ്റ്റ്യൻ a²/2 ഇതിൻ്റെ തന്നെ തൊട്ട് മുമ്പത്തെ ആൻസർ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും പഠിക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. ഇവിടെ നോക്ക്, ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതിൽ ഏത് സെറ്റിൽ ഏത് ഇക്വേഷൻ ആണെന്ന് പറയണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. നോക്ക്, ഇവിടെ വന്നിട്ടുള്ളത് ഇൻ്റഗ്രൽ dx/x² - 25 എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ dx/x² - 25ന് x² - 5² എന്ന് എഴുതാം അല്ലേ. ഇപ്പോൾ ഇത് ഏത് ഫോമായടാ, ഇൻ്റഗ്രൽ dx/x² - a² എന്ന് പറയുന്ന ഫോമായി അല്ലേ. ഇത് ഏത് സെറ്റാണെന്ന് ഓർത്തേ, താഴെ റൂട്ടൊന്നും വരാത്ത ഫസ്റ്റ് സെറ്റിൽ മൈനസ് വരുന്ന ആൻസർ. അതിൻ്റെ ആൻസർ എന്തായിരുന്നു, അത് കാണാതെ പഠിച്ചെടുക്കണം. സെറ്റ് ഏതാണെന്ന് പഠിച്ചാൽ പിന്നെ കാണാതെ പഠിക്കണം. എന്താണ്,
1/2a log mod x മൈനസ് എ ബൈ എക്സ് പ്ലസ് എ. ഇതാണ് ഇക്വേഷൻ അല്ലേ? സംശയമുള്ളവർക്ക് വേണമെങ്കിൽ നോക്കാം. നോക്ക്, ഏതാണ്? ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ 1/2a log mod എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ? ഇങ്ങനെ ഇക്വേഷൻ എഴുതണം. എന്നിട്ട് ചെയ്യേണ്ട കാര്യം പറയാം. അപ്പോൾ നോക്കിയേ, ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 25 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ അത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 25നെ എക്സ് സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഇതിപ്പോൾ ഏത് ഫോമാണ് ഞങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 1/2a log mod എക്സ് മൈനസ് എ. അവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ എക്സ് സ്ക്വയർ ഇക്വേഷനിലും എക്സ് സ്ക്വയർ, അതായത് എക്സിന് പകരം അവിടെ വന്നിട്ടുള്ളത് എക്സ് തന്നെയാണ്. ഇവിടെയും എക്സ് സ്ക്വയർ, അവിടെയും എക്സ് സ്ക്വയർ. അവിടെ എ സ്ക്വയർ ആണ് വന്നേക്കുന്നത്, ഇവിടെ 5 സ്ക്വയർ ആണ് വന്നേക്കുന്നത്. അപ്പോൾ എയ്ക്ക് പകരം ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? 5. അത് രണ്ടും ഒന്ന് എടുത്തെഴുതണം. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്, എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 സ്ക്വയർ ആണ്. എന്നിട്ട് നമ്മളുടെ ഇക്വേഷൻ എഴുതുവാണ്. ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ എഴുതണം നിർബന്ധമായിട്ടും 1/2a log mod എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ പ്ലസ് ഒരു സി ഇട്ടേക്കണം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 1/2a. എ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 5 log mod എക്സ് മൈനസ് എ എന്ന് പറഞ്ഞാൽ എത്രയാ? 5 ബൈ എക്സ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ എത്രയാ? 5 പ്ലസ് സി. ഒന്ന് നീറ്റാക്കി എഴുതിയാൽ 1/10 log mod എക്സ് മൈനസ് 5 ബൈ എക്സ് പ്ലസ് 5 പ്ലസ് സി. എടാ ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇക്വേഷൻ പഠിച്ചാൽ ഒറ്റയടിക്ക് എഴുതാം അല്ലേ? ഇതേ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്ക്. ഡി എക്സ് ബൈ √16 മൈനസ് എക്സ് സ്ക്വയർ. നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻ ആലോചിക്കണം. നോക്ക്, ഇത് ഏത് മോഡലാണെന്ന് ഞാൻ പറയാം ആദ്യം. ഡി എക്സ് ബൈ √16 നമുക്ക് 4 സ്ക്വയർ എന്ന് എഴുതാമല്ലോ, മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് ഏത് ഫോം ആയിടാ? നോക്ക്, ഡി എക്സ് ബൈ √4 എന്ന് പറഞ്ഞാൽ നമ്പർ, അപ്പോൾ അതിനെ എ സ്ക്വയർ എന്ന് വിളിക്കാം, മൈനസ് എക്സ് സ്ക്വയർ. ഇത് ഏത് സെറ്റാണ്? വേഗം പറ ആൻസർ. ഏത് സെറ്റാണ്? സെക്കൻഡ് സെറ്റാണ്. താഴെ റൂട്ട് വരുന്നവൻ്റെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? രണ്ടാമത്തെ സെറ്റാണ്. രണ്ടാമത്തെ സെറ്റിലെ ഇവൻ്റെ ആൻസർ എന്താണ്? ഓർക്കുന്നുണ്ടോ? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. മറന്നു പോരുത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ ഇക്വേഷൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇത്? ഏത് ഫോമാണ്? ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ √16 നമ്മൾ 4 സ്ക്വയർ എന്ന് എഴുതി, മൈനസ് എക്സ് സ്ക്വയർ. ഇതിപ്പോൾ ഏത് ഫോമായി? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. അതിൻ്റെ ഇക്വേഷൻ എഴുതി. ഇനി എന്താ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്? എക്സിന് പകരം അവിടെ എക്സ്, ഇവിടെയും എക്സ് തന്നെയാണ്. അവിടെ എ സ്ക്വയർ ആയിരുന്നു, ഇവിടെ 4 സ്ക്വയർ. അപ്പോൾ എയിന് പകരം എത്ര വന്നു? 4. ഇനി നമ്മുടെ ഇക്വേഷൻ എഴുതുക. എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. സിമ്പിൾ അല്ലേ? സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറയടാ. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെ, എ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 4. സിമ്പിൾ കാര്യം. ഓക്കെ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അപ്പോൾ പ്ലസ് സി ഇടുക, ആൻസറായി. ഓക്കെ, സിമ്പിൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതേ ശ്രദ്ധിച്ചോ. അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടുത്തെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയേ. ഇൻ്റഗ്രൽ √, എടാ എക്സ് മൈനസ് 2 സ്ക്വയർ എന്നാണ് വന്നേക്കുന്നത്. അത് എക്സ് ഉള്ള ഒരു സാധനമല്ലേ, അതായത് എക്സ് സ്ക്വയർ മൈനസ് ഇവിടെ എന്താണ്? 3 എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്പറാണെന്ന് ഓർത്താൽ മതി, എ സ്ക്വയർ. അപ്പോൾ ഇത് ഏത് മോഡലാണ്? മൂന്നാമത്തെ മോഡലാണ്. അതായത് മൂന്നാമത്തെ സെറ്റിലെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? അതായത് ഇൻ്റഗ്രൽ √x സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡി എക്സ് എന്ന് വന്നാൽ ആൻസർ എങ്ങനെയാണ് വരുന്നത്? ഓർത്തോളം x/2 എന്തായിരുന്നോ ക്വസ്റ്റ്യൻ അത് തന്നെ, എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. പ്ലസ് ആണോ മൈനസ് ആണോ നോക്കണം. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് വന്നാൽ മൈനസ് ആണ്. പിന്നെ എന്താണ്? a²/2. പിന്നെ ആൻസർ എന്താണ്? ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ആൻസർ അവൻ എന്തായിരുന്നു? ലോഗ് മോഡ് എക്സ് പ്ലസ് ഇവൻ തന്നെ √x² മൈനസ് എ സ്ക്വയർ പ്ലസ് സി. ഇത്തരം വലിയ സാധനമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കാണാതെ പഠിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, ഈ മോഡലിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത്? √x² മൈനസ് a² dx എന്നാണ്. x/2 √x² മൈനസ് a² മൈനസ് a²/2 ലോഗ് മോഡ് എക്സ് പ്ലസ് ഇത് തന്നെ. ഓക്കെ അല്ലേ? ഇത് കാണാതെ പഠിക്കണം, അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന് ഞാൻ മാറ്റി എഴുതുവാണ്. ഇവിടെ നോക്കടാ,
ഇവിടെ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ എന്നും പറഞ്ഞ് എക്സിൻ്റെ ഒരു സ്ക്വയർ വന്നു മൈനസ് എടാ ഇവിടെ 3 എന്നാണ് നമ്മൾ പറഞ്ഞു അവിടെ സ്ക്വയർ എന്നാക്കി എഴുതണം 3നെ എന്തിൻ്റെങ്കിലും സ്ക്വയർ ആക്കി എഴുതാൻ പറ്റുമോ കൃത്യമായിട്ട് പറ്റൂലെങ്കിൽ നമുക്കിത് ഇങ്ങനെ എഴുതാം 3നെ നമുക്ക് √3യുടെ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ അങ്ങനെ എഴുതണം സ്ക്വയർ ആയിട്ട് നിർബന്ധമായിട്ട് എഴുതണം കേട്ടല്ലോ അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ തന്നെ നോക്ക് എക്സിന് പകരം ഇവിടെ എക്സ് സ്ക്വയർ എന്നാണ് ഇവിടെ എക്സിന് പകരം ആരാടാ കിടക്കുന്നത് എക്സ് മൈനസ് 2 ആണ് അതൊന്നും ഓർത്തോളാം നേരത്തെ ചെയ്ത ചോദ്യങ്ങളിലെല്ലാം എക്സിന് പകരം എക്സ് എന്നൊക്കെ തന്നെ ആയിരുന്നു കേട്ടല്ലോ ഇവിടെ എക്സിന് പകരം എക്സ് മൈനസ് 2 എന്നാണ് അതുപോലെ അവിടെ എ ആണ് ഇവിടെ എക്ക് പകരം കിടക്കുന്ന ആരാണ് √3 സിമ്പിൾ കേട്ടല്ലോ ഇനി നമ്മുടെ ഇക്വേഷൻ എഴുതുക ഇക്വേഷൻ എന്തായിരുന്നു x/2 √(x² - a² മൈനസ് a² log mod x പ്ലസ് √(x² - a² പ്ലസ് c അപ്പൊ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ ഈ ഇക്വേഷനിൽ എക്സ് കാണുന്നിടത്തൊക്കെ എക്സ് മൈനസ് 2ഉം എ കാണുന്നിടത്തൊക്കെ √3യും പ്ലേസ് ചെയ്യുക അപ്പൊ ആൻസർ ആയി അപ്പൊ നോക്കടാ എക്സ് കാണുന്നിടത്തൊക്കെ എക്സ് മൈനസ് 2 അപ്പൊ ഇവിടെ എക്സ് മൈനസ് 2 കൊടുത്തു /2 √(x²) എക്സ് എന്ന് പറഞ്ഞാൽ ഇവനല്ലേടാ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ മൈനസ് a² എന്ന് പറഞ്ഞാൽ ആരാ √3യുടെ സ്ക്വയർ മൈനസ് a²/2 a² ആരാടാ √3യുടെ സ്ക്വയർ /2 എന്താണ് പിന്നെ എന്താണ് ലോഗ് മോഡ് എക്സ് എന്ന് പറഞ്ഞ ആരാണ് എക്സ് മൈനസ് 2 പ്ലസ് √(x² - a²) എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ മൈനസ് a² എന്ന് പറഞ്ഞാൽ √3യുടെ സ്ക്വയർ പ്ലസ് സി ഓക്കെ അല്ലേ ഇനി വേണമെങ്കിൽ ഒന്ന് നീറ്റാക്കാം നോക്ക് എക്സ് മൈനസ് 2/2 √(x - 2 ഹോൾ സ്ക്വയർ മൈനസ് √3യുടെ സ്ക്വയർ എന്താണ് 3 മൈനസ് ഇവിടെയും √3യുടെ സ്ക്വയർ 3/2 ലോഗ് മോഡ് എക്സ് മൈനസ് 2 അതുപോലെ തന്നെ പ്ലസ് √(x - 2 ഹോൾ സ്ക്വയർ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 3 പ്ലസ് സി √3യുടെ ഹോൾ സ്ക്വയർ 3 ഓക്കെ അല്ലേ ഇങ്ങനെ എഴുതണം ഇതാണ് ഈ മോഡലിന്റെ പ്രത്യേകത അപ്പോൾ ഈ മോഡലിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായല്ലോ എന്താ ബുദ്ധിമുട്ട് ഒറ്റ ബുദ്ധിമുട്ടുള്ളൂ ആ 9 ഇക്വേഷൻസ് കാണാതെ പഠിക്കണം ഇത്രേ ഉള്ളൂ കേട്ടല്ലോ ഈ ഇക്വേഷൻ പഠിച്ചാൽ മാത്രമേ അടുത്ത ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പർട്ടിക്കുലർ ഫംഗ്ഷൻ പഠിച്ചു കഴിഞ്ഞു പർട്ടിക്കുലർ ഫംഗ്ഷൻ കഴിഞ്ഞാൽ ഇതേ മോഡൽ ഉപയോഗിച്ച് തന്നെ ചെയ്യുന്ന അടുത്ത ടൈപ്പാണ് ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് പഠിച്ച ടൈപ്പ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ടൈപ്പ് തന്നെയാണ് അതായത് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് 1/x² + a² ഈ ഒരു മോഡലിൽ ചോദ്യങ്ങൾ വന്നു പിന്നെ എന്താണ് 1/റൂട്ടിൻ്റെ അകത്ത് ഇവിടെ x² + a² മൈനസ് എന്തെങ്കിലും വന്നു പിന്നെ റൂട്ട് മാത്രം x² + a² എന്നോ വന്നു ഈ 3 മോഡലല്ലേ നമ്മൾ പഠിച്ചത് 3 സെറ്റിൻ്റെ 9 ഇക്വേഷൻസ് ഈ മോഡൽ കൃത്യം ഇതുപോലെ ചോദിക്കാതെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും എന്താണ് ഇതും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് ഇങ്ങനെ ഡയറക്റ്റ് ഒരു ഫോർമൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx + c അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 4x² + 3x - 12 അല്ലെങ്കിൽ 12x² - 9x + 5 അല്ലെങ്കിൽ 3x² - 5x + 8 ഇങ്ങനെ എക്സ് കൂടിയുള്ള ഇവിടെ x² മാത്രമേ ഉള്ളൂ എക്സ് കൂടിയുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും ആ മോഡലിൽ ചോദ്യം വന്നാൽ എങ്ങനെ ചെയ്യും എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെ 1/ax² + bx + c ഇങ്ങനെ വരാം അല്ലെങ്കിൽ 1/റൂട്ടിൻ്റെ അകത്ത് ax² + ax² + bx + c എന്ന് വരാം അല്ലെങ്കിൽ റൂട്ടിൻ്റെ അകത്ത് ഒരു പ്രോപ്പർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ bx + c ഈ സെയിം മോഡലിൽ ഈ ഓരോ സാധനത്തിന് പകരം ഇതൊരെണ്ണം 3 എണ്ണമുള്ള സാധനം കയറി വരാം അതെങ്ങനെ ചെയ്യും അത് ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ x² + 5x + 8 ആണ് തരുന്നതെന്ന് വിചാരിച്ചോ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഈ മോഡലിലേക്ക് ആക്കും എന്നിട്ട് നമ്മൾ ചെയ്യും അങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം വളരെ സിമ്പിളാണ് നിങ്ങൾക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തരുവാണെന്ന് വിചാരിച്ചു x² + 10x + 5 ഓക്കെ അല്ലേ ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ x² കൂടെ നിൽക്കുന്ന നമ്പർ സെയിം 1 ആണോ എന്നൊന്ന് ശ്രദ്ധിച്ചോളണം x² കോഎഫിഷ്യൻ്റ് എപ്പോഴും 1 ആണോ എന്നൊന്ന് ശ്രദ്ധിച്ചോളണം 1 അല്ലെങ്കിൽ 1 ആക്കണം അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ 4x² + 12x + 8 ഇങ്ങനെ വന്നെന്ന് വിചാരിച്ചു അവിടെ x² കൂടെ 4 ആണ് ആ 4 മാറ്റി 1 ആക്കണം അത് നിർബന്ധമാണ് എങ്ങനെ 1 ആക്കും
ഈ എക്സ് സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആയില്ലേ. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത കാരണം എല്ലായിടത്തും 4 കൊണ്ട് ഡിവൈഡ് ചെയ്തോളൂ. അപ്പോൾ നോക്ക്, ഈ 4ഉം 4ഉം ക്യാൻസൽ ആയിപ്പോയി, എക്സ് സ്ക്വയർ പ്ലസ് 12/4 ചെയ്യുമ്പോൾ അത് 3x, ഇവിടെ 8ഉം 4ഉം ക്യാൻസൽ ആകുമ്പോൾ 2. ഇപ്പോൾ നോക്കിയേ, എക്സ് സ്ക്വയറിൻ്റെ കൂടെ നിൽക്കുന്നത് 1 ആയ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പർ 1 ആയിരിക്കണം നിർബന്ധം. ഇനി എക്സിൻ്റെ കൂടെയുള്ള നമ്പർ നോക്കുക. എക്സിൻ്റെ കൂടെയുള്ള നമ്പർ എത്രയാണ്? 10. അതിൻ്റെ പകുതി എടുക്കുക. പകുതി എടുക്കുമ്പോൾ എത്ര കിട്ടൂടാ? 5. അവൻ്റെ സ്ക്വയർ എടുക്കുക. അവൻ്റെ എന്തെടുക്കുക? സ്ക്വയർ എടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 25. സിമ്പിൾ. എക്സിൻ്റെ കൂടെ നിൽക്കുന്ന നമ്പർ എടുത്തു, അവൻ്റെ പകുതി എടുത്തു, അവൻ്റെ സ്ക്വയർ എടുത്തു. ഈ സ്ക്വയർ എടുത്ത നമ്പർ ഇവിടെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും വേണം ഈ 10x കൂടെ. അപ്പോൾ എങ്ങനെ വരും? ദേ നോക്ക്, എക്സ് സ്ക്വയർ പ്ലസ് 10x. ഇപ്പം നമുക്ക് കിട്ടിയത് 25 ഇതിൻ്റെ കൂടെ കൂട്ടി 25 ഇതിൻ്റെ കൂടെ കുറയ്ക്കുകയും വേണം, കൂടെ ഒരു 5ഉം കിടപ്പുണ്ട്. ഇത്രോ അല്ലേ? ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇപ്പോൾ ഈ 25 കൂട്ടി വെച്ചേക്കുന്ന ഈ ആദ്യത്തെ 3 സാധനം ഇല്ലേ, ഇത് ഉറപ്പായിട്ടും ഒരു സ്ക്വയറായിട്ട് എഴുതാൻ പറ്റുന്ന സാധനമായിരിക്കും. അതെങ്ങനെ എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ ഫസ്റ്റ് നമ്പറില്ലേ, ഈ എക്സ് സ്ക്വയർ, അതിൻ്റെ റൂട്ട് എടുക്കുക എക്സ്. ഈ ലാസ്റ്റ് നമ്പറില്ലേ, ലാസ്റ്റ് എടുത്താൽ മതി, ഫസ്റ്റും ലാസ്റ്റും മാത്രം. 25 ഇല്ലേ, അതിൻ്റെ റൂട്ട് വേണം. 25ൻ്റെ റൂട്ട് എത്രയാണ്? 5 സ്ക്വയർ ആണ് 25. അപ്പോൾ 25ൻ്റെ റൂട്ട് എത്രയാണ്? 5. എടാ ഇവിടുത്തെ സൈൻ എന്താന്ന് നോക്കുക, അവനെടുക്കുക. അപ്പോൾ പ്ലസ്, ഫസ്റ്റ് സൈൻ പ്ലസ് ആണ്, ആ പ്ലസ് ഇട്ട് കൊടുത്തു. ഇവരെ സ്ക്വയർ എടുത്താൽ ഈ സ്ക്വയർ എടുക്കുന്ന സാധനമാണ് ഇവിടെ വന്നിട്ടുള്ളത്. കേട്ടല്ലോ? പിന്നെ ഉള്ളതൊരു -25 + 5 ആണ്. ഇതിപ്പോൾ -20, പഴയ മോഡലായി. നോക്ക്, ഒരു സ്ക്വയറുള്ള ഒരു സാധനം, ഒരു നമ്പർ. ഇങ്ങനെ ആക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാൻ നോക്കി. എക്സ് സ്ക്വയർ പ്ലസ് 6x + 3. നമ്മൾ എന്ത് ചെയ്യണം? എക്സ് സ്ക്വയറിൻ്റെ കൂടെ 1 ആണോ നോക്കി, എക്സിൻ്റെ കൂടെ നിൽക്കുന്ന 6, അതിൻ്റെ പകുതി എടുത്തു 3, 3യുടെ സ്ക്വയർ എടുത്തു 9. ആ 9 ഇവിടെ ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യും വേണം. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 6x + 9, എക്സ് സ്ക്വയർ പ്ലസ് 6x + 9 -9, പിന്നെ ഒരു +3. ഓക്കെ അല്ലേ? ഇവനെ നമുക്ക് മാറ്റി എഴുതാം. എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എക്സ് എടുത്തു, 9ൻ്റെ റൂട്ട് 3 എടുത്തു. ആദ്യം തന്നെ പ്ലസ് ആണ്, അപ്പോൾ സ്ക്വയറായിട്ട് എഴുതി. -9 + 3 6. ഇങ്ങനെ മാറ്റി എഴുതി ചെയ്യണം. അപ്പോൾ തുടങ്ങാം. ദേ ഈ ഇക്വേഷൻസ് നമുക്ക് ഇവിടെയും ആവശ്യമുണ്ട് 9 ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ക്വസ്റ്റ്യൻ നോക്ക്, ഫൈൻഡ് ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 4x - 12 dx. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനെ നമുക്ക് മാറ്റി ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 4x - 12 അല്ലടാ. അപ്പോൾ എന്ത് ചെയ്തു ഞാൻ? എക്സ് സ്ക്വയർ പ്ലസ് 4x - 12 എന്നാക്കി. ഇനി എന്ത് ചെയ്തു? വളരെ സിമ്പിൾ. എക്സിൻ്റെ കൂടെയുള്ള നമ്പർ ഏതാണെന്ന് നോക്കുക, 4. അതിൻ്റെ പകുതി എടുത്തു. അപ്പോൾ ആൻസർ എത്ര കിട്ടിയടാ? 2. 2ൻ്റെ സ്ക്വയർ എടുക്കണം. 2ൻ്റെ സ്ക്വയർ എത്രയാടാ? 4. ഓക്കെ അല്ലേ? സിമ്പിൾ സിമ്പിൾ. ആ 4 ഇവിടെ ആഡ് ചെയ്യുകയും വേണം, 4 ഇവിടെ സബ്ട്രാക്ട് ചെയ്യുകയും വേണം. അപ്പോൾ നോക്ക്, ആ 4 ഇവിടെ ആഡ് ചെയ്യുകയും വേണം, 4 സബ്ട്രാക്ട് ചെയ്യുകയും വേണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെ എഴുതും? എക്സ് സ്ക്വയർ പ്ലസ് 4x, ഒരു 4 ഞാൻ ആഡ് ചെയ്തു, മൈനസ് ഒരു 4 സബ്ട്രാക്ട് ചെയ്തു. പിന്നെ ആര് കൂടിയുണ്ടാ? ഒരു -12 കൂടിയുണ്ട്. ഇനി ഇതിനെ എങ്ങനെ എഴുതും? ഇത് ഇവിടെ നോക്ക്, ഇവർ രണ്ടുമാണ് വേണ്ടത്. നോക്ക്, എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് വേണം എക്സ്, 4ൻ്റെ റൂട്ട് വേണം 2. ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇവിടെയും പ്ലസ്, ഹോൾ സ്ക്വയർ. പിന്നെ ഉള്ളതൊരു -4 ഉണ്ട്, -12 ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്ക്, എക്സ് + 2 ഹോൾ സ്ക്വയർ, ഇവനെന്താവൂടാ? -16 എന്നാവും. അപ്പോൾ നമ്മൾ ഇവനെ മാറ്റി ഇങ്ങനെ എഴുതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവന് പകരം ഇൻ്റഗ്രൽ നോക്ക്, ഇൻ്റഗ്രൽ റൂട്ടിൻ്റെ അകത്ത് ഇവന് പകരം ഇവൻ എഴുതാമല്ലോ. എന്താണ്? എക്സ് + 2 ഹോൾ സ്ക്വയർ -16. ഓക്കെ അല്ലേ? dx. അപ്പോൾ ഇത് ഏത് ഫോമായി? നോക്ക്, നിങ്ങൾ തന്നെ നോക്ക്. ഇൻ്റഗ്രൽ റൂട്ടിൻ്റെ അകത്ത് എക്സ് + 2 ഹോൾ സ്ക്വയർ, അവൻ അതുപോലെ തന്നെ കിടന്നോട്ടെ. ഈ -16 നമുക്ക് -4² dx എന്ന് എഴുതാം അല്ലേ? ഇപ്പം ഇത് ഏത് ഫോമായടാ? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഇൻ്റഗ്രൽ ഇവൻ എന്താണ്? റൂട്ട് ഓഫ് ഇവൻ എക്സ് പോലെയല്ലേ കിടക്കുന്നത്, എക്സ് സ്ക്വയർ, -4² എന്ന് പറഞ്ഞാൽ a² dx. ഈ ഒരു ഇക്വേഷൻ അല്ലേ മൂന്നാമത്തെ സെറ്റിലെ ഇക്വേഷൻ. ഇതിൻ്റെ ആൻസർ എങ്ങനെയായിരുന്നു? ഓർക്കുന്നുണ്ടല്ലോ, x/2 എന്താണോ ക്വസ്റ്റ്യൻ അത്, x² - a². ഇനി എന്താണ്?
മൈനസ് എ സ്ക്വയർ ബൈ 2. ഓക്കെ അല്ലേ? പിന്നെ എന്താണ് ലോഗ് മോഡ്. ഇതിന് മുമ്പത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ് പ്ലസ് റൂട്ട് ഓഫ് ഇവൻ തന്നെ. എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് സി. ഇതാണ് ആൻസർ. ഇനി എന്ത് ചെയ്യുക? ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ നോക്ക്. ഇവിടെ എക്സ് ആണ്, ഇവിടെ എക്സ് പ്ലസ് 2 ആണ്. അപ്പോൾ എക്സിന് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? എക്സ് പ്ലസ് 2 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം അല്ലേ? ഇനി ഇവിടെ എ സ്ക്വയർ, ഇവിടെ 4 സ്ക്വയർ. അപ്പോൾ എയ്ക്ക് പകരം എത്രയാണ്? 4. അത്രേ ഉള്ളൂ. അപ്പോൾ ആൻസർ എന്ത് തോന്നുന്നു? വളരെ സിമ്പിൾ. എക്സ് ബൈ 2. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് 2. അപ്പോൾ എക്സ് പ്ലസ് 2 ബൈ 2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4 സ്ക്വയർ മൈനസ് എ സ്ക്വയർ വേണം. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 4 സ്ക്വയർ ബൈ 2. പിന്നെ എന്താണ്? ലോഗ് മോഡ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 2 പ്ലസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 4 സ്ക്വയർ പ്ലസ് സി. സിമ്പിൾ. ഒന്ന് നീറ്റാക്കി എഴുതിയാൽ എങ്ങനെ വരും നോക്ക്. എക്സ് പ്ലസ് 2 ബൈ 2 റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ അതുപോലെ തന്നെ എഴുതിക്കോട്ടെ. മൈനസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 മൈനസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. 16 ബൈ 2 എന്ന് പറഞ്ഞാൽ 8 ലോഗ് എക്സ് പ്ലസ് 2 പ്ലസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2 ഹോൾ സ്ക്വയർ മൈനസ് 16 പ്ലസ് സി. ഇത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടി കേട്ടല്ലോ. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നാൽ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എക്സും ഒരു നമ്പരും ആക്കി മാറ്റി എഴുതും, എന്നിട്ട് പഴയതുപോലെ ചെയ്യും. ഇത്രേ ഉള്ളൂ. സിമ്പിൾ. അപ്പോൾ അടുത്ത ടൈപ്പിലേക്ക് പോവാം. അപ്പോൾ അടുത്ത ടൈപ്പ് മക്കളെ, അപ്പോൾ അടുത്ത ടൈപ്പിൻ്റെ പേര് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന. ഒരു 3 ടൈപ്പാണ്. ചെയ്യുന്നതെല്ലാം ഒരേ രീതിയാണ്, പക്ഷേ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടൈപ്പുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നുമില്ല. ഫസ്റ്റ് ടൈപ്പിലെ ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇത് ശ്രദ്ധിച്ചോടാ, വളരെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കൊരു ഇൻ്റഗ്രൽ തരും. അത് ഏകദേശം പി എക്സ് പ്ലസ് ക്യൂ ബൈ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ്, അല്ലെങ്കിൽ എക്സ് പ്ലസ്സോ മൈനസോ എന്ത് വേണമെങ്കിലും ഉണ്ട്, എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ഡി എക്സ്. ഈ ഒരു മോഡലിലായിരിക്കും വരുന്നത് കേട്ടല്ലോ. അതിൻ്റെ ആൻസർ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, എ ബൈ ഇവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു ഫാക്ടർ എക്സ് പ്ലസ് എ പ്ലസ് ബി ബൈ ഇവിടെ വന്നിട്ടുള്ള രണ്ടാമത്തെ ഫാക്ടർ എക്സ് പ്ലസ് ബി. ഇങ്ങനെ എഴുതണം. മനസ്സിലായോ? സംശയം ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിച്ചു. ഇവിടെ നോക്ക്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് ഇൻ്റഗ്രൽ 4x + 3. അതായത് ഒരു ലീനിയർ പോളിനോമിയൽ വരണം. മേളിൽ സ്ക്വയർ ഒന്നും വരരുത്. മേളിൽ എന്ത് വരരുത്? സ്ക്വയറും ക്യൂബ് ഒന്നും വരരുത്. ഒരു ലീനിയറേ വരാവുള്ളൂ. എക്സിൻ്റെ പവർ 1 ആയിരിക്കണം. ശ്രദ്ധിക്കണം. ഇനി താഴെ വരുന്നതും ലീനിയർ ഫാക്ടറുകളായിരിക്കണം. ഒന്നെങ്കിൽ എക്സ് മൈനസ് 2 എന്നോ എക്സ് പ്ലസ് 3 എന്നോ അങ്ങനെ എന്തെങ്കിലും വരണം. അതിന് സ്ക്വയറുകളൊന്നും വരരുത്. എക്സ് മൈനസ് 2, എക്സ് പ്ലസ് 3, എക്സ് പ്ലസ് 5, എക്സ് മൈനസ് 8 ഇങ്ങനെയൊക്കെ വന്നാൽ ഇതിനെ നമ്മൾ മാറ്റി എഴുതും. ഇതിൻ്റെ ആൻസർ അല്ല പറഞ്ഞേക്കുന്നത്. ഇതിനെ നമുക്ക് മാറ്റി എഴുതാം. ഇതിനെ ചേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതണം? എ ബൈ താഴെ വന്നിട്ടുള്ള ഇവൻ എക്സ് മൈനസ് 2 പ്ലസ് ബി ബൈ താഴെ വന്നിട്ടുള്ള ഇവൻ എക്സ് പ്ലസ് 3 ഇങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്. സിമ്പിൾ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, മുകളിൽ വരുന്നവൻ ലീനിയർ പോളിനോമിയലായിരിക്കണം. എക്സിൻ്റെ പവർ 1 ആയിരിക്കണം. താഴെ വരുന്ന ഇവർ 2 പേരുടെയും പവർ 1 ആയിരിക്കണം, അല്ലെങ്കിൽ ലീനിയർ ഫാക്ടറുകളായിരിക്കണം. ഇത്രേ ഉള്ളൂ കേട്ടല്ലോ. അതാണ് മേളിൽ എഴുതി വെച്ചേക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു മോഡലുണ്ട്. രണ്ടാമത്തെ മോഡൽ സെക്കൻഡ് മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ അവൻ തന്നെ പി എക്സ് പ്ലസ് ക്യൂ ബൈ താഴെ വരുന്നവൻ ഒരത്തൻ ഇങ്ങനെ എക്സ് പ്ലസ് എ എന്ന് വരാതെ അവന് സ്ക്വയർ വന്നെന്ന് വിചാരിച്ചു. ഇപ്പം നേരത്തെ 2 പേരും ഒരേപോലെ കിടന്നു. ഒരുത്തന് സ്ക്വയർ വന്നു, മറ്റവൻ അതുപോലെ തന്നെ എക്സ് പ്ലസ് ബി എന്ന് കിടന്നെന്ന് വിചാരിച്ചു. ഇവനെ എങ്ങനെ മാറ്റി എഴുതും? ഇവനെ മാറ്റി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞ പോലെ എ ബൈ ഇവിടെ എക്സ് പ്ലസ് എ സ്ക്വയർ അല്ലേ, ആ സ്ക്വയർ മാറ്റി എക്സ് പ്ലസ് എ എഴുതുക കേട്ടല്ലോ. പ്ലസ് ബി ബൈ ഇവനെ സ്ക്വയർ ഉൾപ്പെടെ ഒന്നുകൂടി എഴുതുക. അപ്പോൾ സ്ക്വയർ ഉള്ളവനെ എങ്ങനെയൊക്കെ എഴുതി? അവൻ ആദ്യം സ്ക്വയർ ഇല്ലാതെ എഴുതി, അവനെ സ്ക്വയർ റൂട്ട് എഴുതി. പ്ലസ് അടുത്ത സി ബൈ ഇവിടെ വേറൊരുത്തൻ കിടപ്പില്ലേ, അവനെ കൂടി എഴുതിക്കോളണം എക്സ് പ്ലസ് ബി. സിമ്പിൾ കേട്ടല്ലോ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇതേ ഒരെണ്ണം കാണിച്ചു തരാടാ. ഇവിടെ നോക്കി,
ഇൻ്റഗ്രൽ 4x+3/x+1 ഇൻറ്റു x+2 ഇങ്ങനെ വന്നെന്ന് വിചാരിച്ചു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, മുകളിൽ ലീനിയർ തന്നെ ആയിരിക്കണം, താഴെ ഒരുത്തന് സ്ക്വയർ വന്നെന്ന് വിചാരിച്ചു. അപ്പോൾ അവനെ മാറ്റി എഴുതേണ്ടത് a/, ആ സ്ക്വയർ വന്നവനെ സ്ക്വയർ ഇല്ലാതെ എഴുതി x+1 പ്ലസ് b/, ആ സ്ക്വയർ വന്നവനെ സ്ക്വയർ ഇട്ട് തന്നെ എഴുതി x+1 പ്ലസ് എന്താണ്, ഇനി ആ ഒറ്റ കിടക്കുന്നില്ലേ അവനെ സി ഇട്ട് അങ്ങോട്ട് എഴുതി c/, എന്താണ്, x+2. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്. സിമ്പിൾ അല്ലേ? ഒരു ടൈപ്പ് ലാസ്റ്റ് ടൈപ്പ് കൂടിയുണ്ട്, ഒരു ടൈപ്പ് ലാസ്റ്റ് ടൈപ്പ്. ഇവിടെ നോക്ക്, മൂന്നാമത്തത് 3 ഇൻ്റഗ്രൽ നോക്ക് px+q അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ ഒരുത്തന് ഇങ്ങനെ വന്നെന്ന് വിചാരിച്ചോ x+2. എടാ രണ്ടാമത്തവനെ നേരത്തെ വന്നതൊക്കെ താഴെ വന്നിട്ടുള്ള എക്സിൻ്റെ പവറുകളെല്ലാം ഒന്നല്ലേ, ഇവനൊരു ഓവറോൾ സ്ക്വയർ വന്നെന്ന് മാത്രം, പക്ഷേ എക്സിൻ്റെ പവർ എല്ലായിടത്തും ഒന്നല്ലേ. ഇവനെ മാറ്റി ഒരിങ്ങനെ x² + 3x+2 എന്നോ അങ്ങനെ ഒരുത്തം വന്നെന്ന് വിചാരിച്ചു. എന്താണ്, x² + 3x+2 എന്നു വിചാരിച്ചു. അപ്പോൾ അവനെ ഞാൻ എങ്ങനെ എഴുതുമെന്ന് അറിയോ? ഇത് ഇങ്ങനെ നോക്ക് x+a ഇൻറ്റു പിന്നെ എന്തെഴുതി, ഇത് ഇങ്ങനെ എന്താണ് ax² + bx+c ഇങ്ങനെ എഴുതിയെന്ന് വിചാരിച്ചു. എന്താണ് ax² + bx+c ഇങ്ങനെ എഴുതിയെന്ന് വിചാരിച്ചു. ഒരു സ്ക്വയർ ഉൾപ്പെടെ ഉള്ളൊരു സാധനം വന്നു. ഇവനെ എങ്ങനെ മാറ്റി എഴുതണമെന്ന് അറിയാവോ? എടാ ഇവൻ നമ്മുടെ സാധാ ആള്, അവന് എ തന്നെ കൊടുത്തോളൂ, a/, എന്താണ്, x+a. ഇവിടെ സ്ക്വയർ ഇട്ട് വന്നൊരുത്തനില്ലേ, അവനെ ശ്രദ്ധിച്ചോളാം, അവനെ നമ്മൾ വെറുതെ ബി എന്നും പറഞ്ഞല്ലേ എഴുതേണ്ടത്, അവനെ bx+c എന്നും പറഞ്ഞ് ഒരുത്തനെ കൂടി ആഡ് ചെയ്തിട്ട് വേണം അവനെ താഴത്തേക്ക് എഴുതാൻ, ax² + bx+c. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇവിടെ ശ്രദ്ധിച്ചു, ഇൻ്റഗ്രൽ 4x+3 ഡിവൈഡഡ് ബൈ x+2 ഇൻറ്റു 3x+5, 3x അല്ല 5x² + 3x ഇങ്ങനെ വന്നെന്ന് വിചാരിച്ചു. ഇതെങ്ങനെ ചെയ്യുമെന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ്. അതായത് a/, താഴെ ഇവനല്ലേ വന്നത്, അവനെ അതുപോലെ തന്നെ എഴുതിക്കൂ, പ്ലസ് എടാ ഇവിടെ സ്ക്വയർ വന്നു, സ്ക്വയർ വന്നാൽ വെറുതെ ബി എന്നും പറഞ്ഞ് എഴുതരുത്, അവൻ്റെ കൂടെ എന്തെഴുതിക്കോളണം, bx+c എന്ന് എഴുതിക്കോളണം. എന്നിട്ട് ഇവനെ താഴത്തേക്ക് അതുപോലെ തന്നെ 5x² + 3x. ഇത്രേ ഉള്ളൂ. ഈ 3 ടൈപ്പ് ഒന്ന് ഓർത്തിരുന്നോളണം, ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ആദ്യം ഇവർ രണ്ടും വെറുതെ വരുന്നു, ഇപ്പോൾ 2 പേർക്കും a ഇട്ടും b ഇട്ടും എഴുതി. അടുത്തത് ഈ വന്നവൻ ഒരുത്തന് സ്ക്വയർ വന്നാൽ ആദ്യം അവനെ അതുപോലെ തന്നെ എഴുതി, അടുത്തത് അവനെ സ്ക്വയർ ഇട്ട് എഴുതി, രണ്ടാമത്തവനെ അതുപോലെ എഴുതി. അവരുടെ എല്ലാവരുടെയും പുറത്ത് എ തന്നെയാണ്. ഇനി ഏതെങ്കിലും ഒരുത്തൻ സ്ക്വയർ ഇട്ട് വന്നാൽ അവന് മാത്രം ഇങ്ങനെ എക്സ് ഉള്ളൊരു സാധനം കൊടുത്തോളണം, bx+c. ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ. ഫൈൻഡ്, നോക്ക്, ഒരു ലീനിയർ മേളിൽ വന്നു അല്ലേ, എങ്ങനെയാണ് വന്നത്, ഫൈൻഡ് 3x പ്ലസ് അല്ലല്ലോ -1 ബൈ x-1 ഇൻറ്റു x-2 dx. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് എന്താ, ഇവനെ മാറ്റി എഴുതണം. ഇവനെ എങ്ങനെ മാറ്റി എഴുതണം എന്നാടാ, a/, ശ്രദ്ധിച്ചേ, a/, താഴെ 2 പേരും ഒരേന്നേ മാത്രമല്ലേടാ. അപ്പോൾ a/x-1 പ്ലസ് b/, രണ്ടാമത്തവൻ ആരാടാ, അത് x-2. സിമ്പിൾ കാര്യം. ഇതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവനെ ഇങ്ങനെ മാറ്റി എഴുതണം. മാറ്റി എഴുതി കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? വളരെ സിമ്പിൾ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഇവന്മാർ 2 പേരെ എഴുതുവാണ്. ഞാൻ ഈ ഇൻ്റഗ്രലൊക്കെ മാറ്റിയെടുക്കുവാണ്. നോക്ക്, 3x-1 ബൈ x-1 ഇൻറ്റു x-2 ഈക്വൽ ടു, ഇവിടെ എങ്ങനെയാണ് എഴുതിയത്, a/x-1 എന്നെഴുതി, പ്ലസ് b/x-2 എന്നെഴുതി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3x+1 താഴെ വന്നിട്ടുള്ള ഈ 2 പേരില്ലേ, ഈ 2 പേരെയും എല്ലായിടത്തും കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുക. എന്താണ്, മൾട്ടിപ്ലൈ ബൈ, ഇവിടെ താഴെ വന്നിട്ടുള്ളത് എന്താണോ അവനെ എല്ലായിടത്തും കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ താഴെ വന്നിട്ടുള്ളത് ആരാണ്, x-1 ഇൻറ്റു x-2. ഈ x-1 ഇൻറ്റു x-2 കൊണ്ട് ഇതിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര ടൈം ഉണ്ട് അതിനെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തോളാം. അപ്പോൾ നോക്ക്, ഇവിടെ ഒരു
3x-1 ബൈ എന്തുണ്ട് ഒരു x-1 ഇൻറ്റു x-2 ഉണ്ട് ഫസ്റ്റ് ടൈം. അവിടെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് x-1 ഇൻറ്റു x-2. ഓക്കെ അല്ലേ? ഈക്വൽ ടു ഇവിടെ ഒരു a/x-1 ഉണ്ട്. a/x-1 ഉണ്ട്. അവിടെയും ഇവനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്താണ് x-1 ഇൻറ്റു x-2 പ്ലസ് അടുത്തതൊരു b/x-2 ഉണ്ട്. b/x-2 ഉണ്ട്. അവിടെയും ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ x-1 ഇൻറ്റു x-2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ x-1 ഇൻറ്റു x-2. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യുക. എവിടെ ക്യാൻസൽ ചെയ്യാം? ഇവിടെ നോക്കിയേ, ഇവിടെ താഴെ ഒരു x-1 ഇൻറ്റു x-2, അത് രണ്ടും ക്യാൻസൽ ചെയ്തോളൂ. മേളിലുണ്ട് x-1 x-2. ഇവിടെ താഴെ ഒരു x-1, മുകളിലും ഒരു x-1. ഇവിടെ താഴെ ഒരു x-2, മുകളിലും ഒരു x-2. ബാക്കിയുള്ളവർ ആരൊക്കെയാടാ? ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു 3x-1 ഉണ്ട് ഈക്വൽ ടു അവിടെ ആരണ്ടാ a ഇൻറ്റു x-2 ഉണ്ട് പ്ലസ് അവിടെ b ഇൻറ്റു x-1 ഉണ്ട്. ഓക്കെ അല്ലേ? ഇവനല്ലേ കിട്ടിയത്. ഇവനെ ഞാനെടുത്ത് അടുത്ത പേജിലേക്ക് ഒന്ന് എഴുതുവാണേ. നോക്കിയേ, 3x-1 ഈക്വൽ ടു a ഇൻറ്റു എന്താണ് x-2 പ്ലസ് b ഇൻറ്റു x-1 അല്ലേ? സിമ്പിൾ. ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അത്രേ ഉള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കും? എടാ, അതും വളരെ സിമ്പിൾ ട്രിക്കാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, ഇവിടുത്തെ ഒരു ബ്രാക്കറ്റ് നോക്കിയാൽ നിങ്ങൾ x-2. അവിടെ എക്സിന് ഏത് വാല്യൂ കൊടുത്താൽ 0 ആകുമെന്ന് നോക്കണം. എക്സിന് 2 കൊടുത്താൽ 0 ആവൂലേ? എക്സിന് 2 കൊടുത്താൽ 0 ആവില്ലേ? 2 - 2. അപ്പോൾ ആദ്യം എക്സിന് 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 2 - 1 3x-1 വിച്ച് ഈസ് ഈക്വൽ ടു a ഇൻറ്റു എക്സിന് 2 ആണ് 2 - 2 പ്ലസ് b ഇൻറ്റു 2 - 1. അപ്പോൾ 3 ഇൻറ്റു 2 എത്രയാണ്? 6 - 1 ഈക്വൽ ടു a ഇൻറ്റു 2 - 2 0 ആണ് പ്ലസ് b ഇൻറ്റു 2 - 1 1 ആണ്. അപ്പോൾ 6 - 1 5 ഈക്വൽ ടു a ഇൻറ്റു 0 എത്രയാടാ? 0 പ്ലസ് b ഇൻറ്റു 1 എത്രയാടാ? b. അപ്പോൾ b 5 ഈക്വൽ ടു 0 പ്ലസ് b എന്ന് പറഞ്ഞാൽ b കിട്ടി. ബിയുടെ വാല്യൂ കിട്ടി 5. കേട്ടല്ലോ? സിമ്പിൾ. ഇപ്പോൾ ഒരു ബ്രാക്കറ്റിലല്ലേ ഇട്ട് കൊടുത്തുള്ളൂ, അടുത്ത ബ്രാക്കറ്റിൽ ഇട്ട് കൊടുത്തോ 0 ആക്കാനുള്ളത്. അടുത്ത ബ്രാക്കറ്റ് 0 ആണെങ്കിൽ എക്സിന് വരെ എത്ര ഇട്ട് കൊടുക്കണം? 1 ഇട്ട് കൊടുത്താൽ 1 - 1 0 ആയി പോയില്ലേ? അപ്പോൾ അടുത്തത് എക്സിന് പകരം എത്ര ഇട്ട് കൊടുക്കണം? 1 ഇട്ട് കൊടുക്കണം. ആദ്യം 2 ഇട്ട് കൊടുത്തു, പിന്നെ 1 ഇടുവാണ്. നോക്ക്, 3 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 - 1 ഈക്വൽ ടു a ഇൻറ്റു a എത്രയാണ്? a നമുക്കറിയില്ല. ഇൻറ്റു എക്സിന് പകരം 1 ഇടുക 1 - 2 പ്ലസ് b ഇൻറ്റു എക്സിന് പകരം 1 ഇടുക 1 - 1. അപ്പോൾ 3 ഇൻറ്റു 1 3 - 1 ഈക്വൽ ടു a ഇൻറ്റു 1 - 2 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് b ഇൻറ്റു 1 - 1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ 3 - 1 എന്ന് പറഞ്ഞാൽ 2, a ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -a പ്ലസ് b ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 2 ഈക്വൽ ടു -a എന്ന് കിട്ടി. ഈ മൈനസ് അപ്പുറത്തേക്ക് പോകുമ്പോൾ a ഈക്വൽ ടു എത്ര കിട്ടി? -2 എന്ന് കിട്ടി. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിയില്ലടാ. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിയാൽ നമ്മുടെ ഫൈനൽ ആൻസർ ആയി. എങ്ങനെയാണ് ഫൈനൽ ആൻസർ ആയത്? നമ്മൾ ആദ്യം തന്നെ ബ്രാക്കറ്റിലിട്ടൊരു സാധനത്തിന് മാറ്റി എഴുതിയിട്ടില്ലേ? ഇവനെ ഞാൻ ഒന്നുകൂടി എടുത്ത് അപ്പുറത്തേക്ക് എഴുതുവാണ്. ഇൻ്റഗ്രൽ 3x-1 ബൈ x-1 ഇൻറ്റു x-2 ഈക്വൽ ടു ഇവനെ എങ്ങനെ എഴുതാമെന്നാണ് പറഞ്ഞത്? a/x-1 പ്ലസ് b/x-2 ഇങ്ങനെ മാറ്റി എഴുതാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബോക്സിൽ ഒരു സാധനം ഇട്ട് എഴുതിയിട്ടില്ലേ? അത് ഒന്നുകൂടി എടുത്ത് എഴുതി. ഇതിൻ്റെ അകത്തേക്ക് നമ്മളിപ്പോൾ എയും ബിയും കണ്ടുപിടിച്ചില്ലേ? ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിച്ച് ഈസ് ഈക്വൽ ടു, അതായത് ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എയുടെ വാല്യൂ നമുക്ക് കിട്ടി എത്രയാണ്? -2/x-1 പ്ലസ് ബിയുടെ വാല്യൂ നമുക്ക് കിട്ടി എങ്ങനെയാണ്? 5/5 അല്ലേ? ദേ കിടക്കുന്നു 5/x-2 എന്താണ്? dx. അപ്പോൾ ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേരെയും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? ഇൻ്റഗ്രൽ -2/x-1 dx അവനെ ചെയ്തു പ്ലസ് ഇവനെയും ചെയ്യണം. ഇൻ്റഗ്രൽ 5/x-2 dx. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക? ആ കോൺസ്റ്റൻ്റ് എടുത്ത് പുറത്തേക്ക് വെക്കാം. -2 എടുത്ത് പുറത്തേക്ക് വെച്ചു. ഇൻ്റഗ്രൽ എന്താണ്? 1/x-1 dx എന്ന് ഒരുത്തം വന്നു. ഈ 5 എടുത്ത് പുറത്തേക്ക് വെച്ചു. അപ്പോൾ 1/x-2 dx എന്ന് ഒരുത്തം വന്നു. ഓക്കെ അല്ലേ?
ഇതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് ടൈപ്പാണിത്? നമ്മൾ പറഞ്ഞു ഒരു ഫംഗ്ഷൻ്റെ ഇത് നോക്കിയടാ, ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് മുകളിലുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണെന്നാണ് പറഞ്ഞത്? ലോഗ് മോഡ് താഴത്തെ ഫംഗ്ഷൻ അല്ലേ? സിമ്പിൾ. ഇതല്ലേ നമ്മൾ പഠിച്ചത്. ഇനി എന്ത് ചെയ്തു നോക്കിയേ, എക്സ് മൈനസ് വൺ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തേ. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 0, 1 മൈനസ് 1, 1 മൈനസ് 0 1. അപ്പോൾ എക്സ് മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് 1 അത് മേളിലില്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വന്നു? -2 ലോഗ് മോഡ് താഴത്തെ എക്സ് മൈനസ് 1 പ്ലസ് 5 അതുപോലെ തന്നെ എഴുതി. ഈ ഇൻ്റഗ്രൽ 1/x-2 എക്സ് മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് എന്ന് എടുത്തേ. എക്സിൻ്റെ ഡെറിവേറ്റീവ് 1, മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് 0, അപ്പോൾ ആൻസർ 1. അപ്പോൾ എക്സ് മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് 1, എക്സ് മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് മേളിലുണ്ട്. അപ്പോൾ ലോഗ് മോഡ് താഴത്തെ എക്സ് മൈനസ് 2 പ്ലസ് ഒരു സി ഇട്ടേക്കുക. ഇതാണ് ആൻസർ. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായല്ലോ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിനെ ഇങ്ങനെ മാറ്റി എഴുതുക. മാറ്റി എഴുതിയിട്ട് എന്ത് ചെയ്യണം? മാറ്റി എഴുതിയിട്ട് താഴെ വരുന്നത് ആരാണോ അയാളെ കൊണ്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. ആ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന ഇക്വേഷനിൽ ബ്രാക്കറ്റിലുള്ള വാല്യൂസ് 0 ആകുന്നത് ഇട്ട് കൊടുത്താൽ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ കിട്ടി. എയുടെയും ബിയുടെയും വാല്യൂ കിട്ടിയാൽ പരിപാടി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ ആദ്യം ബോക്സിലിട്ട് മാറ്റി എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ അകത്തേക്ക് ഈ എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു ടൈപ്പിലേക്ക് പോകാം. എടാ, അപ്പോൾ അടുത്ത മോഡലിൻ്റെ പേര് ബൈപാർട്സ് റൂൾ എന്നാണ്, അല്ലെങ്കിൽ ബൈപാർട്സ് എന്നാണ്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ദേ ഒരു സിമ്പിൾ പേര് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ പ്രൊഡക്റ്റ് റൂളിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ബൈപാർട്സ് റൂൾ എന്ന് പറയുന്നത്. അതായത് ഇൻ്റഗ്രേഷൻ എടുക്കാൻ രണ്ട് ഫംഗ്ഷനുകൾ, ശ്രദ്ധിച്ചോളേ, രണ്ട് ഫംഗ്ഷനുകൾ ഇൻഡു ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ, ഇവിടെ നോക്കി, ഇവിടെ രണ്ട് ഫംഗ്ഷനുകൾ f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്, g(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്. ഈ രണ്ട് ഫംഗ്ഷനുകൾ ഇൻഡു ചെയ്തിരിക്കുകയാണ് അല്ലേ, പ്രൊഡക്റ്റ് എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ ഒരു റൂൾ ഉണ്ട്. അതിനെയാണ് ബൈപാർട്സ് റൂൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതാണ് ഇൻ്റഗ്രേഷൻ്റെ പ്രൊഡക്റ്റ് റൂൾ. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിനെ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു, ഇതിനെ നമ്മൾ സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തു. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു, ശ്രദ്ധിച്ചോടാ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ആരാണ്? g(x) മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ശ്രദ്ധിച്ച്, ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ f(x)ൻ്റെ ഡെറിവേറ്റീവ്, അവനെ നമുക്ക് f'(x) എന്ന് വിളിക്കാം. കേട്ടല്ലോ? അപ്പോൾ നോക്കി, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു വീണ്ടും ഒരു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. കേട്ടല്ലോ? അവസാനം ഒരു dx ഇട്ട് ചെയ്തോളണം. അതിവിടെ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ഈ g(x)ഉം f(x)ഉം മാറ്റി ഞാൻ അത് ഇങ്ങനെ എഴുതിത്തരാം. സിമ്പിൾ നോക്കടാ, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഓക്കെ ആയില്ലേ? ഇപ്പോൾ ഓക്കെ ആയില്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വേണം, അതുകൊണ്ടാണ് മേളിലൊരു വര ഇട്ടേക്കുന്നത്. കേട്ടല്ലോ? ഇൻറ്റു വീണ്ടും ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ നോക്കടാ, രണ്ട് പാർട്ട് ഉണ്ട്. ഇത് ഇങ്ങനെ പഠിച്ചാൽ വേണ്ടത്, വളരെ സിമ്പിളായിട്ട് ഞാൻ കാണാതെ എഴുതേണ്ട ഒരു പരിപാടി കാണിച്ചു തരാം. രണ്ട് പാർട്ട് ഉണ്ട്, മൈനസ് ഇട്ടാണ് രണ്ടിനെയും ഡിവൈഡ് ചെയ്യുന്നത്. രണ്ടിൻ്റെയും രണ്ടാമത്തെ ഭാഗത്ത് ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്, ഇവിടെയും ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ആദ്യം വരുന്നത് ഫസ്റ്റ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് വരണം, ഇവിടെ ഒരു ഇൻ്റഗ്രലും വരണം. സിമ്പിൾ. നോക്ക്, ഇനി ഇത് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതൊന്ന് പറഞ്ഞു പഠിച്ചാൽ ഇത് ഓക്കെ ആടാ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ വീട്ടിലിരുന്ന് കാണുമായിരിക്കും, ആരുമില്ല, നിങ്ങളുടെ വീടൊക്കെ തന്നെയാണ്, നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് പറയാം. വെറുതെ ഒന്ന് പറഞ്ഞു, മനസ്സിലല്ല, ഒച്ചേ പറഞ്ഞു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഒന്നുകൂടി, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇത്രേ ഉള്ളൂ. ഇത് പഠിച്ചാൽ ആൻസറായി. പിന്നെ ഈ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും നമുക്ക് തോന്നിയതുപോലെ എടുക്കാൻ പറ്റില്ല. അതിന് ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിനെ നമ്മൾ വിളിക്കുന്ന പേര് ഐലേറ്റ് എന്ന. എന്താണ്?
ഐലേറ്റ് കേട്ടല്ലോ. ഐലേറ്റ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. എന്താണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ? അവരാരൊക്കെയാണ്? നമ്മുടെ സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സ് ഒക്കെ ഇല്ലേ, അവർ നമ്മുടെ ക്വസ്റ്റ്യൻ ഫംഗ്ഷനിലുണ്ടെങ്കിൽ അവരെ ആദ്യം എടുത്തോളണം, അവരെ ഫസ്റ്റ് ഫംഗ്ഷനാക്കി എടുത്തോളണം. അവരുണ്ടെങ്കിൽ അവർക്കാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. ഇനി അവരല്ല, എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോഗരിതമിക് ഫംഗ്ഷൻ, ലോഗ് 3x, ലോഗ് 5x, ലോഗ് 7x അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരാർക്കാണ് സെക്കൻഡ് പ്രയോറിറ്റി. കേട്ടല്ലോ. ഈ എ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഓൾജിബ്രിക് ഫംഗ്ഷൻസ്. എന്താണ് ഓൾജിബ്രൈക് ഫംഗ്ഷൻസ്? അതായത് ഇപ്പോൾ ഈ x², x³ 3x+5 അതുപോലെ വരുന്ന സാധനങ്ങളാണ് ഓൾജിബ്രിക് ഫംഗ്ഷൻസ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ട്രിഗ്നോമെട്രി അതായത് സൈൻ എക്സ്, കോസ് എക്സ് അവന്മാർ. ഏറ്റവും അവസാനം ഇ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, നമ്മുടെ ഇറൈസ്റ്റ് വരുന്ന സാധനങ്ങൾ. ഈ ഓർഡറിൽ വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഇൻ്റഗ്രലിൻ്റെ അകത്ത് ശ്രദ്ധിച്ചോളണം, വളരെ ഇമ്പോർട്ടൻ്റ്, സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് വന്നാൽ ഇവിടെ ഏത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം? അപ്പോൾ നിങ്ങൾ ഹൈലൈറ്റ് നോക്കണം. ഈ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, അവനാണ് ഏറ്റവും ആദ്യം കിടക്കുന്നത്. അപ്പോൾ ഇവനായിരിക്കണം ഹയസ്റ്റ് പ്രയോറിറ്റി, അവനെ കൊടുത്തു. രണ്ടാമത്തെ ഫംഗ്ഷൻ ഏതാണ്? രണ്ടാമത്തെ ഫംഗ്ഷൻ ടാൻ എക്സ്. കേട്ടല്ലോ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഇ റൈസ് ടു എക്സ് ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ്. നോക്ക്, രണ്ട് ഫംഗ്ഷനുകൾ. ഈ ഇറൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ, ഈ ഏറ്റവും അവസാനം വരുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, ഏറ്റവും ആദ്യം വരുന്നത്. അപ്പോൾ ഇവനായിരിക്കണം ഫസ്റ്റ് ഫംഗ്ഷൻ. അല്ലടാ, ഇവനല്ലേ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇവൻ സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ഇവനൊന്ന് മാറ്റി എഴുതണം. ഇൻ്റഗ്രൽ ഇവിടെ എന്താക്കണം? സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്ന് എടുത്തിട്ട് വേണം ചെയ്യാൻ. ഇത് ഫസ്റ്റ് ഫംഗ്ഷനും ഇവൻ സെക്കൻഡ് ഫംഗ്ഷനാക്കി എടുത്ത് ചെയ്യണം. ഒരു എക്സാമ്പിൾ നോക്കാം. ദേ ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ. നോക്ക്, ക്വസ്റ്റ്യൻ നോക്കിയോ. എന്താണ് നോക്കടാ? ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഡി എക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് നോക്കണം? ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്, സെക്കൻഡ് ഫംഗ്ഷൻ ഏതാണെന്ന് നോക്കണം. നമ്മളുടെ ഓർഡർ എന്തായിരുന്നു? ഐലേറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്തിൽ വരുന്നതാണ്? ഓൾജിബ്രിക് ഫംഗ്ഷനിൽ വരുന്നതാണ്. ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനിൽ വരുന്നതാണ്. അപ്പോൾ ആദ്യം കിടക്കുന്ന ആരാണ്? ഇവനായിരിക്കണം ഫസ്റ്റ് ഫംഗ്ഷൻ, ഇവൻ സെക്കൻഡ് ഫംഗ്ഷനും. ഓക്കെ ആയേ? ഇനി ശ്രദ്ധിച്ചോ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? വേഗം പറഞ്ഞു. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് സെക്കൻഡ് ഫംഗ്ഷൻ്റെയാണ് ഇൻ്റഗ്രേഷൻ വേണ്ടത്. അപ്പോൾ ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ വേണം. ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ ഇ റൈസ് ടു എക്സ് ആണ്. അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി എഴുതിയെന്ന് മാത്രം. സെക്കൻഡിൻ്റെ മാത്രം മതി നമുക്ക് ഇൻ്റഗ്രേഷൻ. ഫസ്റ്റിൻ്റെ ഇൻ്റഗ്രേഷൻ വേണ്ട. ഫസ്റ്റിൻ്റെ ആരെയാണ് വേണ്ടത്? ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. ഫസ്റ്റിൻ്റെ എന്താ വേണ്ടത്? ഡെറിവേറ്റീവ്. ഫസ്റ്റ് എന്താണ്? എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താടാ? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. മറന്നു പോരുത്. ഫസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാം, വളരെ സിമ്പിൾ. ഇത് ശ്രദ്ധിച്ചോ, ഇത് കണ്ടുപിടിക്കാം. നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതാം അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ആരാടാ? എക്സ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് വേണം, ഇ റൈസ് ടു എക്സ് എഴുതി, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വേണം. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ഇൻറ്റു ഇവിടെ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ആണ്. ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് എന്ന് എഴുതി. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇ റൈസ് ടു എക്സ് തന്നെ എഴുതി, മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ വേണം. ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? ഇ റൈസ് ടു എക്സ് തന്നെ, ഒരു ഡി എക്സ് എഴുതി പോയിക്കോളാം കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ നോക്കേ, എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ആണ്, എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്ന് വരും. ഇൻ്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് എന്ന് വീണ്ടും വന്നു. സിമ്പിൾ. ഇനി എന്ത് ചെയ്യുക? എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് അതുപോലെ തന്നെ മൈനസ് ഇ റൈസ് ടു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താടാ? ഇ റൈസ് ടു എക്സ് തന്നെ. അപ്പോൾ ഇ റൈസ് ടു എക്സ് പ്ലസ് സി ഇട്ടു. സിമ്പിൾ കാര്യം കേട്ടല്ലോ. ഇതാണ് ബൈ പാർട്സ് റൂൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. ഉള്ളൂ. ഇനി ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തിലേക്ക് കിടക്കുവാണ്. എന്താണ്? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്നാണ്. അതായത് നമ്മൾ ഇത്രയും നേരം ചെയ്ത ചോദ്യങ്ങളിൽ, അതായത് ഇവിടെ നോക്കടാ, ഇൻ്റഗ്രൽ x² dx കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യും? x² ഇൻ്റഗ്രൽ x റൈസ് ടു 2 + 1/2 + 1 + c എഴുതും അല്ലേ?
ഇവിടെ ഒന്നും നമ്പർ ഇല്ലായിരുന്നു. ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റഗ്രേഷൻ എക്സ് സ്ക്വയർ അതുപോലെ തന്നെ എഴുതി എന്ത് ചെയ്തു, ഈ മേളിലും താഴെയും ഓരോ നമ്പർ വരും എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇതിനെ നമ്മൾ ഡെഫിനിറ്റ് ചെയ്യുവാണ്, അതായത് ചെറുതാക്കുവാണ് 2 നമ്പറുകൾ കൊടുത്ത്. എന്നിട്ട് ഇതിൻ്റെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? സിമ്പിളാണ്. ആദ്യം നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുക. എന്താണ്? x⁻2 + 1/2 + 1. അതിലൊരു പ്രശ്നമില്ലല്ലോ. എന്നിട്ട് നമ്മൾ +c അല്ല ഇടുന്നത്, അതിന് പകരം നമ്മളിത് കിട്ടിയ ഉത്തരം ഒരു ബ്രാക്കറ്റിലാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? താഴെ വന്നിരിക്കുന്ന നമ്പർ ഇവിടെ എഴുതും 1, മുകളിൽ വന്നിരിക്കുന്ന നമ്പർ ഇവിടെ എഴുതും. എത്രയാണ് വന്നിരിക്കുന്നത്? 2. ഇനി ഒന്ന് ഈ അകത്തതൊന്ന് നീറ്റാക്കാം അല്ലേ? അകത്ത് വന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒന്ന് നീറ്റാക്കാം. x⁻2 + 1 എന്ന് പറഞ്ഞാൽ എത്ര വരും? x³ ബൈ എന്ത് വന്നു? 3. ഇവിടെ 2ഉം ഇവിടെ 1ഉം. ഇനി ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന നമ്പറില്ലേ 2, അത് ആദ്യം എക്സിന് പകരം കൊടുക്കുക. ശ്രദ്ധിക്കണം, മുകളിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ വേണം ആദ്യം കൊടുക്കാൻ. അപ്പോൾ എന്ത് വന്നടാ? എക്സിന് പകരം 2 കൊടുക്കുക. അപ്പോൾ 2³ ബൈ 3 കൊടുത്തു. ഇനി കൊടുക്കേണ്ട ചിഹ്നം മൈനസ് ആണ്. മുകളിലത്തെ നമ്പർ കൊടുത്താൽ പിന്നെ മൈനസ് കൊടുക്കണം. എന്നിട്ട് എക്സിന് പകരം പഴയതുപോലെ താഴത്തെ നമ്പർ കൊടുക്കണം. അപ്പോൾ എന്ത് വന്നു നോക്ക്, എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ എത്രയാടാ? 1³ ബൈ 3. സിമ്പിൾ. ഇനി ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. 2³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8/3 മൈനസ് 1³ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 1/3. 8/3 മൈനസ് 1/3, ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 3 അതുപോലെ തന്നെ എഴുതി. 8 - 1 എത്രയാണ്? 7/3 എന്ന ആൻസർ വന്നു. ഇവിടെ +c ഇടണ്ട, കേട്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് നോക്കിയേ, നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നു, അതിൻ്റെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നാണ് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിച്ചപ്പോൾ g(x) കിട്ടിയെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? ബ്രാക്കറ്റിൽ ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ എൻഡ് പോയിന്റ്സ് കൊടുക്കുക a to b. എന്നിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എക്സിന് പകരം കൊടുക്കുക. അത് കഴിഞ്ഞ് മൈനസ് താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ എക്സിന് പകരം കൊടുക്കുക. ഇത്രയുള്ളൂ പരിപാടി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതേ നോക്കിയോ, ഇൻ്റഗ്രൽ 0 to π/2 sin x dx. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ്റഗ്രൽ 0 to π/2 sin x dx. ഓക്കെ അല്ലേ? സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു -cos x അല്ലേ? ഇനി എന്ത് ചെയ്യുക? ഇൻ്റഗ്രൽ ഡെഫിനിറ്റ് ആയതുകൊണ്ട് +c അല്ല, നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചിട്ട് ബ്രാക്കറ്റ് കൊടുത്തു. ഇവിടെ 0, ഇവിടെ π/2. അപ്പോൾ 0 കൊടുത്തു, π/2 കൊടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു മുകളിൽ ആദ്യം എക്സിന് പകരം 0, അപ്പോൾ -cos എക്സിന് പകരം π/2 കൊടുക്കണം. 0 അല്ല, π/2 മൈനസ് കുറയ്ക്കണം. എന്താണ്? ഇനി എക്സിന് പകരം 0 കൊടുക്കുക. എന്താണ്? -cos 0. അപ്പോൾ ഒന്ന് നോക്കിയടാ, ഇതൊന്ന് നീറ്റാക്കി എഴുതിയാൽ -cos π/2 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും, +cos 0 അല്ലേ? +cos 0. അപ്പോൾ ശ്രദ്ധിച്ചോ, മൈനസ് cos π/2 എന്ന് പറഞ്ഞാൽ എന്താ? cos 90. cos 90 എത്രയാണ്? 0. പ്ലസ് അടുത്തത് cos 0. cos 0 എത്രയാണ്? 1. അപ്പോൾ -0 + 1, ആൻസർ എത്ര വന്നു? 1. സിമ്പിൾ. ഇതാണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ, കേട്ടല്ലോ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് വെറുതെ ഞാനൊന്ന് ഓടിച്ചു പറയാം, ശ്രദ്ധിച്ചു, ഒന്ന് കേട്ടിരുന്നാൽ മതി. നോക്ക്, ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇൻ്റഗ്രൽ a to b f(x) dx ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b f(t) dt എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങളോട് ഇൻ്റഗ്രൽ 2 to 3 x dx കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എക്സിൻ്റെ ഇൻ്റഗ്രൽ x⁻1 ആണല്ലേ? അപ്പോൾ x⁻1 + 1/1 + 1 എന്നെടുത്തു. എന്നിട്ട് ഇവിടെ 2 to 3 കൊടുത്തു അല്ലേ? അപ്പോൾ ആൻസർ എന്ത് വന്നടാ? ആൻസർ എന്ത് വന്നു? ഇതേ ശ്രദ്ധിച്ചേ, ഇതിനൊന്ന് നീറ്റാക്കി എഴുതിയാൽ x²/2 2 to 3 എന്ന് വന്നു. ഈ എക്സിന് പകരം 3 കൊടുക്കണം അല്ലേ? അപ്പോൾ 3²/2 - 2²/2. 3² എത്രയാണ്? 9/2 മൈനസ് എത്രയാണ്? 4/2. സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ ആൻസർ എത്ര കിട്ടും? 2. അതുപോലെ തന്നെ 9/2 എത്ര? 9 - 4 എത്രയാണ്? 5/2 കിട്ടി. നോക്കിയേ, ഇവിടെ നമ്മൾ 2 to 3 x dx ആണ് കണ്ടുപിടിച്ചത്. ഇനി ഞാനിവിടെ ആ സെയിം ഫംഗ്ഷൻ നമ്മൾ ലെറ്ററുകൾ മാറ്റി കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. 2 to 3 തന്നെ t dt കണ്ടുപിടിച്ചാൽ ആൻസർ എന്ത് വരും? ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? എക്സിൻ്റെ ഡെറിവേറ്റീവ് x⁻1 എടുത്തു. ടിയുടെ ഡെറിവേറ്റീവ് നേരത്തെ പറഞ്ഞ പോലെ t⁻1 t⁻1 + 1/1 + 1. എന്നിട്ട് എന്ത് കൊടുക്കുക? ഇവിടെ പറഞ്ഞിട്ടുള്ള നമ്പറുകൾ കൊടുക്കുക. 2ഉം കൊടുത്തു, 3ഉം കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ നോക്ക്, ഇവിടെ എന്ത് വന്നു? t² എന്ന് മേളിൽ വന്നു, താഴെ t എന്ന് വന്നു.
2 to 3 എന്ന് വന്നു, വിച്ച് ഈസ് ഈക്വൽ ടു ആദ്യം 3 കൊടുക്കുക, അപ്പോൾ 3² എന്ന് വരും, മൈനസ് 2 കൊടുക്കുക, അപ്പോൾ 2² എന്ന് വരും. നോക്ക് 3² എത്രയാടാ 9/2 മൈനസ് 2² എത്രയാടാ 4/2. ഇതിൻ്റെ ആൻസർ എന്ത് വന്നടാ 5/2. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാൻ എന്താ, ഇവിടെ ലിമിറ്റ് സെയിം ആണെങ്കിൽ എ ടു ബി ഇവിടെ ഫംഗ്ഷനും സെയിം ആണെങ്കിൽ ആൻസർ സെയിം ആയിരിക്കും. കേട്ടല്ലോ, അതിന് ഉപയോഗിക്കുന്ന വേരിയബിൾ മാറിയാലൊന്നും നമ്മുടെ പ്രശ്നമില്ല. കേട്ടല്ലോ, ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് തന്നെയാണ് ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി. അത് തന്നെയായിരിക്കും ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് കെ ഡി കെ. അത് തന്നെയായിരിക്കും ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് പി ഡി പി. അത്രേ ഉള്ളൂ. നോക്കിയേ, ഇനി അടുത്ത പ്രോപ്പർട്ടി വളരെ സിമ്പിളാണ്. ഇന്റഗ്രൽ ഞാൻ പറയുവാണ്, ഇന്റഗ്രൽ 2 to 3 sin x dx എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും. ഇത് ഞാൻ തിരിച്ചിടുവാണ്. ഇത് ഞാൻ തിരിച്ച് 2 to 3 മാറ്റി 3 to 2 ആക്കിയെന്ന് വിചാരിച്ചു. ഈ sin x dx തമ്മിൽ, അതായത് ഫംഗ്ഷൻ ഒന്നും മാറ്റിയില്ല, ഇത് തിരിച്ചിട്ടാൽ ഒരു കാര്യം ചെയ്തോളണം, ഇതിൻ്റെ സൈൻ ഒന്ന് ചേഞ്ച് ചെയ്തോളണം. അത് മാത്രം ചെയ്താൽ മതി. അതായത് എപ്പോഴാണോ നമ്മൾ ലിമിറ്റുകൾ തിരിക്കുന്നത്, ലിമിറ്റുകൾ എപ്പോൾ തിരിച്ചാലും ആ ഫംഗ്ഷൻ്റെ സൈൻ ഒന്ന് ചേഞ്ച് ആവും. അപ്പോൾ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ബി ടു എ എന്താണ് മൈനസ് ഇന്റഗ്രൽ ബി ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വരും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പ്രോപ്പർട്ടി. കേട്ടല്ലോ, ഒറ്റ കാര്യം ഓർത്താൽ മതി, എപ്പോഴാണോ നമ്മൾ ലിമിറ്റ് തിരിക്കുന്നത് അപ്പോൾ ഒരു മൈനസ് സൈൻ കൊടുത്തോളണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? അടുത്ത ഒരു ലാസ്റ്റ് ഒരു പ്രോപ്പർട്ടി കൂടി. അതായത് ലിമിറ്റ് രണ്ടും സെയിം ആണെങ്കിൽ നോക്ക്, ഇന്റഗ്രൽ 5 to 5 ഇവിടെ എന്ത് വേണമെങ്കിലും വരട്ടെ, കോസ് എക്സ് ഡി എക്സ് വന്നെന്ന് വിചാരിച്ചോ, ലിമിറ്റ് രണ്ടും സെയിം ആണെങ്കിൽ ആൻസർ നമുക്ക് ഒറ്റയടിക്ക് എഴുതാം. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് രണ്ടും സെയിം ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും 0 ആയിരിക്കും. അടുത്തത് ലാസ്റ്റ് പ്രോപ്പർട്ടി, ഇൻ്റഗ്രൽ 0 to a. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ നോക്ക്, ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിന് ഈക്വൽ ആയിട്ട് വേറൊരു ഫംഗ്ഷൻ നമുക്ക് എഴുതാം, ഇൻ്റഗ്രൽ 0 to a അതുപോലെ തന്നെ. ഇനി ഈ എക്സിന് പകരം ഇല്ലേടാ, ഈ എക്സിന് പകരം ഇത് രണ്ടും കൂടി കൂട്ടണം. ശ്രദ്ധിച്ചേ, ഇത് രണ്ടും കൂടി കൂട്ടണം, 0 + a. അപ്പോൾ എത്ര കിട്ടി? a കിട്ടിയില്ലേ? അത് നമ്മൾ എഴുതിയിരിക്കുന്ന എക്സിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അത് ആദ്യം എഴുതി മൈനസ് ചെയ്യണം. കേട്ടല്ലോ, അപ്പോൾ ഞാൻ വേറൊരെണ്ണം പറഞ്ഞുതരാം. നോക്കിയേ, ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് വൈ ഡി വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ്റഗ്രൽ 0 to a അതുപോലെ തന്നെ 0യും എയും കൂടി കൂട്ടുക, അപ്പോൾ a വന്നു, അത് a മൈനസ് വൈ എന്ന് നമുക്ക് എഴുതാം. ഇത് രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. കേട്ടല്ലോ, ഇത്രയുമാണ് പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാ മോഡലിൻ്റെയും ഓരോ ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് ബേസിക് ഐഡിയ കിട്ടാനുള്ള ഒരു ക്ലാസ്സാണ്. എല്ലാ ടൈപ്പിൻ്റെയും ചെയ്തു, നമ്മൾ വിട്ടിട്ടില്ല. എല്ലാ ടൈപ്പിൻ്റെയും ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ ഐഡിയ തരാൻ ഉള്ളൊരു ചാപ്റ്ററാണ്. അതല്ലാതെ ഈ ചാപ്റ്ററിൽ നമ്മൾ എല്ലാ മോഡൽ ക്വസ്റ്റ്യനും ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ ടൈപ്പ് ഉണ്ട്, ടൈപ്പിൻ്റെ ബേസിക് റൂൾ അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ആ റൂൾ വെച്ച് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്താൽ ഈ ചാപ്റ്റർ സെറ്റാണ്. ഓക്കെ, അടിപൊളി.